من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا صدق الله مولانا العلي العظيم. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഈ മഹത്തായ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന BP മൂസ സാഹിബ് അവർകൾ, ഈ മഹത്തായ പരിപാടിയിൽ പ്രാർത്ഥന നിർവഹിച്ച അഭിവന്ദനായ കുഞ്ഞപ്പ മുസ്ലിയാർ, നമ്മുടെ വേദിയിലുള്ള അഭിവന്ദനായ TPC തങ്ങൾ, ബഹുവന്ദനായ അഹമ്മദ് പുന്നക്കൽ സാഹിബ്, നമ്മുടെ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള PMV അബ്ദുൽ ഹമീദ്, RV അബ്ബാസ് ദാരിമി, ബഹുമാന്യനായ RV അബൂബക്കർ ദാരിമി, ബഹുമാന്യനായ അഷ്റഫ് മൗലവി വാണിമേൽ, ചാലിൽ അബ്ദുൽ ഹമീദ് ദാരിമി തുടങ്ങി ഈ മഹത്തായ പരിപാടിയുടെ സംഘാടകരും പ്രവർത്തകരുമായ നല്ലവരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃനിരയിലുള്ള പണ്ഡിതന്മാർ, കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാക്കൾ, പിതാക്കൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടി സന്തോഷമടയുന്ന സൗഭാഗ്യവാന്മാരിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ മഹത്തായ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹുവന്യരായ ശംസുൽ ഉലമായുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ പ്രചരണാർത്ഥമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകുന്ന പണ്ഡിതന്മാർ, അതും ശംസുൽ ഉലമയെപ്പോലുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർ സ്മരിക്കപ്പെടുമ്പോൾ അതുവഴി നമുക്ക് ലഭ്യമാകുന്നത് അള്ളാഹുവിങ്കലുള്ള സ്ഥാനവും അതിലുപരി നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കുക എന്ന സൗഭാഗ്യവുമാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ മജ്ലിസിൽ നമ്മൾ വന്നിരുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും നമ്മളിവിടെ വന്നിട്ടുള്ള ഉദ്ദേശം അഥവാ മഹാന്മാരെ സ്മരിക്കുക എന്ന സതുദ്ദേശം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകൾ പടച്ചറബ് പൊറുക്കുവാൻ ഇതൊരു കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വ ദിക്റു സ്വാലിഹീന കഫാറ. ആ മഹൽ വചനത്തിന്റെ പൊരുളാണ് ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് ആ മഹൽ വചനത്തിന്റെ പൊരുളിൽ ഉൾപ്പെട്ടുകൊണ്ട് പാപമോചനം തേടി തിരിച്ചു പോകുന്ന നല്ലവരായ ഒരു മജ്ലിസിലെ അംഗങ്ങളായി പടച്ചറബ് നമ്മളെ പരിഗണിച്ച് പ്രതിഫലം നൽകുമാറാവട്ടെ എന്നാണ് എന്റെ ആമുഖ പ്രാർത്ഥന. ഇവിടെ ഇങ്ങനൊരു ഇസ്ലാമിക് അക്കാദമി എന്ത് ലക്ഷ്യമിടുന്നു എന്ന് ഇവിടെ നടന്ന പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭ്യമായിരിക്കും. ആ ധാരണയുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങളതിന് സഹായിക്കുന്നതും ഇന്നത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികതയുടെ പന്താവിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിലെ പണ്ഡിത സഭയിൽ അംഗങ്ങളും അവരെ അംഗീകരിക്കുന്ന ജനസമൂഹവും വഹിച്ച പങ്കിനെക്കുറിച്ച് പഠിച്ചാൽ തീർച്ചയായും ഈ സെന്റർ നമ്മുടെ ഈ പ്രദേശത്തെ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ സെന്ററിന്റെ സംസ്ഥാപനത്തിനും അതിന്റെ പ്രവർത്തനത്തിനും അതിന്റെ പ്രചരണത്തിനും ഉയർച്ചക്കുമൊക്കെ ആരൊക്കെ എന്തൊക്കെ സംഭാവനകൾ സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിപരമായും നിർവഹിച്ചുവോ അള്ളാഹുവെ അവർക്കൊക്കെ നീ ദീനീ ദഅവത്തിന്റെ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇൽമും അമലും തഖ്വയും ഒക്കെ കുറഞ്ഞ ഞങ്ങൾക്ക് മഹാനായ ശൈഖുനായെപ്പോലുള്ള വലിയ മഹത്തുക്കളെ സ്നേഹിച്ചതിന്റെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അന്ത മഅമൻ അഹ്ബബ്ത എന്ന ഹദീസിന്റെ പര്യായത്തിൽ ആ ഹദീസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊപ്പം സ്വർഗത്തിൽ കടക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ.
അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും, അതാണ് നമ്മുടെ പ്രാർത്ഥനയും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വളരെ നേരത്തെ ഉൾക്കൊണ്ട ഒരു പ്രദേശമാണ്. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ട കേരളീയ മുസ്ലിം ഉമ്മത്ത് യാതൊരു തരത്തിലുമുള്ള ഭിന്ന വീക്ഷണങ്ങളില്ലാതെ ഒരുമയോടെ മുന്നോട്ട് പോയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. എല്ലാ വിഭാഗം ആളുകളും പഴയകാല ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചുപോയാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്താൻ കഴിയും. മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവും സംഘവും ദീനീ പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ കൊച്ചു കേരളത്തിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രസരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ ഒരു കേന്ദ്രീകൃത പ്രബോധനം, ഒരു ജനകീയ പ്രബോധനം നിർവഹിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് ചരിത്രത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവും സംഘവും കടന്നു വന്നപ്പോഴാണ് ഒരു ജനകീയമായ പ്രബോധനം, ജനങ്ങൾക്കൊക്കെ ദീനെത്തിച്ചു കൊടുക്കുന്ന ഒരു ജനകീയ പ്രവർത്തനം നടന്നത്. അതിനു മുമ്പ് ഇവിടെ ഒറ്റപ്പെട്ട പ്രബോധകന്മാർ വന്നു. അവരാളുകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. പല ഭാഗ്യവാന്മാരും പരിശുദ്ധ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി. ഷെയ്ഖ് ലഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്ന് പറയുന്ന മഹാൻ ആദം വരെ സന്ദർശിക്കുന്നതിന് വേണ്ടി തന്റെ സംഘത്തിന്റെ കൂടെ പോകുമ്പോൾ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങുകയും അവിടെ വിശ്രമിച്ചപ്പോൾ പരദേശികൾ വന്നു എന്ന വിവരം രാജാവ് പഠിക്കുകയും അവരെ തന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തുകയും ചെയ്തു. ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, 2 കാരണങ്ങളാണ് ഈ പരദേശികളെ രാജാവ് തന്റെ കൊട്ടാരത്തിൽ വിളിച്ചു ക്ഷണിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കാൻ കാരണം. ഒന്ന്, തന്റെ നാട്ടിലൂടെ പോകുന്ന പരദേശികളെ മാനിക്കുക എന്ന രാജാവിന്റെ കുലമഹിമയുടെ ഭാഗമായ അദ്ദേഹത്തിന്റെ സ്വഭാവം. മറ്റൊന്ന്, അവർ പരദേശികളാണ്, അവർ മുസ്ലിങ്ങളാണ്. അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മുസ്ലിങ്ങൾ അന്ന് പൊതുവെ സഞ്ചാരികളാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ലോകത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ളവരാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പോലും വളരെ മനോഹരമായൊരു ചരിത്രം ഇന്ത്യക്ക് രേഖപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നതാരാ? നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നത് അബൂ റൈഹാൻ അൽ ബിറൂനിയാണ്. തഹ്ഖീഖ് മാലുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ചരിത്രം ഇന്ത്യക്ക് എഴുതി കൊടുക്കാൻ ആദ്യമായി അൽ ബിറൂനി വരേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിന്റെയൊക്കെ ചരിത്രം മനോഹരമായി രേഖപ്പെടുത്തിയ പ്രഗത്ഭനായ പഴയകാല സഞ്ചാരികളുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇബ്നു ബത്തൂത്ത, തുഹ്ഫത്തുൻ നുള്ളാർ ഫി അജായിബിൽ അംസാരി വ അറായിബിൽ അസ്ഫാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി ഇബ്നു ബത്തൂത്ത സമർപ്പിച്ചപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് പഠിക്കാൻ കഴിഞ്ഞു. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സവിശേഷത, ലോകത്തവർ സഞ്ചാരികളാണ് എപ്പോഴും. സീറൂ ഫിൽ അർള് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ലോകത്ത് സഞ്ചരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിന് സഞ്ചാരികളായി അള്ളാഹുവിന്റെ ഭൂമിയിൽ പടച്ചറബ് ഉദ്ധാന പതനങ്ങൾ കൊടുത്ത ഈ സമൂഹത്തിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ പഠിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് അടുക്കുവാനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഖുർആന്റെ ഭാഷ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയുള്ളവനാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അവൻ ശരിക്ക് ചിന്തിക്കേണ്ടവനാണ്, പഠിക്കേണ്ടവനാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഇരുന്നും നിന്നും കിടന്നും പടച്ച റബ്ബിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നവൻ, ചിന്തിക്കുന്നവൻ. അവന്റെ ഇരുത്തത്തിലും അവന്റെ നടത്തത്തിലും അവന്റെ കിടത്തത്തിലും അവൻ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കും. യദ്കുറൂനല്ലാഹ്. എന്നിട്ട് അവൻ ചിന്തിക്കുമ്പോൾ അവന്റെ മനസ്സിൽ വരുന്ന ആശയം എന്താണ്? ആ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഗവേഷണം നടത്തിയാൽ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ദിനരാത്രങ്ങളെക്കുറിച്ചുള്ള മാറ്റങ്ങളെക്കുറിച്ച്, ആകാശഭൂമികളെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചാൽ ഏത് മനുഷ്യനാണെങ്കിലും അവൻ പറയും, റബ്ബനാ മാ ഖലഖത ഹദാ ബാതില. പടച്ചവരെ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. ഈ പ്രപഞ്ചം സ്വയംഭൂവല്ല. ഇതിന്റെ പിന്നിലൊരു പടച്ച തമ്പുരാനുണ്ടെന്ന് മാത്രമല്ല, ആ പടച്ച തമ്പുരാൻ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോരാ. ആ പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവരെ, നിന്റെ പരിശുദ്ധിയെ ഞാൻ അംഗീകരിച്ചു, എന്നെ നീ നരകത്തിൽ കടത്തല്ല തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ ഏകാധിപത്യം അഥവാ പടച്ചറപ്പിന്റെ ഒറ്റ ആധിപത്യം അത് ശരിക്കും ഉൾക്കൊള്ളുന്നൊരു മനുഷ്യനായി ഒരു വിശ്വാസി മാറുമെന്ന പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഗവേഷണം പ്രോത്സാഹിപ്പിച്ചു, അന്വേഷണം പ്രോത്സാഹിപ്പിച്ചു.
അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ നമ്മൾ ഓർക്കണം, ലോകത്തെ മുസ്ലിമീങ്ങൾ സഞ്ചാരികളാണ്. അമീറുൽ ബഹർ എന്ന പദം ലോകത്ത് കൊടുത്തതാരാ? കോഴിക്കോട്ടെ കുഞ്ഞാലിമാരുടെ ചരിത്രം എഴുതി പ്രൊഫസർ ഒ കെ നമ്പ്യാർ കുഞ്ഞാലിമാരുടെ ചരിത്രം എഴുതിയപ്പോ കുഞ്ഞാലി കുടുംബത്തിന്റെ ചരിത്രത്തിന് ഒ കെ നമ്പ്യാരുടെ ഒരു പേരുണ്ട്, ദ കുഞ്ഞാലീസ് അഡ്മിറൽസ് ഓഫ് കാലിക്കറ്റ്. ഒ കെ നമ്പ്യാർ ആ പുസ്തകത്തിന് കൊടുത്ത പേര് ദ കുഞ്ഞാലീസ്, കുഞ്ഞാലിമാർ, അഡ്മിറൽസ് ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറൽ എന്ന അറബി പദം അമീറുൽ ബഹർ എന്ന പദത്തിൽ നിന്നുമാണ് ഇംഗ്ലീഷിലെത്തിയത് എന്ന് ചരിത്രം പറയുന്നു. അമീറുൽ ബഹറാണ് അഡ്മിറൽ. മുസ്ലിങ്ങൾ കടലിന്റെ ആധിപത്യം ഉൾക്കൊണ്ടുകൊണ്ട് കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ലോകത്ത് ചിന്തകൾ പങ്കുവെക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന കാലത്ത് ചില ആളുകൾക്ക് കടൽ കടന്നു പോയാൽ അയിത്തമാണ് എന്ന വിശ്വാസമാണ്. കടൽ കടന്നു പോകാൻ പാടില്ല. മുസ്ലിങ്ങൾ അന്നും കടൽ കടന്നുപോയി, ഇന്നും കടൽ കടക്കും. നമുക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നാളെ ഇവിടെ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഹജ്ജ് കർമ്മത്തിന് പോകേണ്ടവരാ വരുന്നത്. ആ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകണമെങ്കിൽ കടൽ കടന്നു പോകണം, സഞ്ചരിക്കണം. ദിശാസൂചിയില്ലാത്ത കാലത്ത്, വിമാനമില്ലാത്ത കാലത്ത് ഒട്ടകപ്പുറത്ത് മനുഷ്യൻ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ദിശ നിർണയിച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ദിശയെക്കുറിച്ച് ചിന്തിക്കേണ്ട, വാഹനത്തിൽ കയറി ഇരുന്നു കൊടുത്താൽ മതി. അന്ന് ദിശ നോക്കി യാത്ര ചെയ്തുകൊണ്ട് മാസങ്ങളോളം യാത്ര ചെയ്ത് മക്കയിലെത്തിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചു പോകുന്ന ഒരു സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന നിങ്ങൾ, അവർ സഞ്ചരിക്കേണ്ടവരാ, നമ്മൾ ഗവേഷണം നടത്തേണ്ടവരാ. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിലെ ചിന്തകന്മാരായ ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും സഞ്ചരിച്ച കൂട്ടത്തിൽ അവർ കേരളത്തിന്റെ തീരത്തുമെത്തി. രാജാവ് അവരെ വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കാൻ പ്രധാനമായി തന്റെ മനസ്സിൽ കരുതി വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിനാണ് രണ്ടാമതായി അവരെ ക്ഷണിക്കാൻ കാരണം. ഒരു കാരണം തന്റെ നാട്ടിൽ വന്ന അതിഥികൾ എന്ന രീതിയിൽ അവരെ സൽക്കരിക്കണം, പരദേശികളല്ലേ. രണ്ടാമത്തേത് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. അതെന്താ? ഒരു ദിവസം രാജാവ് തന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൂര്യൻ, അതുപോലെ തന്നെ ചന്ദ്രൻ, ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സാധനങ്ങളാണ്. രാത്രി അദ്ദേഹം മട്ടുപ്പാവിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് രാജാവ് ഇങ്ങനെ വളരെ മനോഹരമായി വിശ്രമം കൊണ്ടുകൊണ്ട് ആകാശത്തേക്ക് നിലാവുള്ള രാത്രി നോക്കി നിൽക്കുമ്പോ ചന്ദ്രൻ രണ്ട് പിളർപ്പായി അങ്ങനെ പോകുന്ന കാഴ്ച അദ്ദേഹം കണ്ടതൊരു അത്ഭുതമാണ്. ആകാശലോകത്ത് നമ്മൾ കാണുന്ന അമ്പളി മാമൻ രണ്ടായി പിളർന്നുകൊണ്ട് പോകുന്ന രംഗം കണ്ടാൽ എങ്ങനെയുണ്ടാവും? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിരുന്നു. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇത്ര സമയം ഈ പിളർ ഞാൻ നോക്കി കണ്ടു എന്ന് താളിയോലിൽ എഴുതി വെച്ചു. ഷെയ്ഖ് ലഹീറുദ്ദീനും തഖിയുദ്ദീനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും വന്നപ്പോൾ അവരെ വിളിച്ച് കൊട്ടാരത്തിൽ വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് രാജാവ് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എന്താണ് ആ സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരതേക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ്. നബി തങ്ങളുടെ മുഅ്ജിസത്തിനെ കുറിച്ച് ശരിക്കും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. രാജാവിന് അവർ ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ മുഅ്ജിസത്തിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമായി. കാരണം അവര് പറഞ്ഞ അതേ തീയതിക്ക് അതേ സമയത്താണ് ഇവിടെയും ഞാനിത് കണ്ടത്. രാജാവ് കണ്ട സമയവും തീയതി ഇവർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ രാജാവിന് കൂടുതൽ വിശ്വാസം. ഇതിനേക്കാൾ വലിയ വിശ്വാസം എന്താ? രാജാവ് ഇങ്ങനെ സംഭവം കണ്ടു, ഇതിന്റെ അർത്ഥം എന്താന്നേ ചോദിച്ചോളൂ. അവരതിന്റെ സമയം, തീയതി, നാളും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു. അതോടുകൂടി രാജാവിന് ഈ സംഭവം അങ്ങനെ നടന്നെന്ന് ഉറപ്പായി. ഉറപ്പായപ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ തിരുദൂതരെ കാണാൻ വേണ്ടി യാത്ര പോവാൻ. അങ്ങനെ പരിശുദ്ധമായ മക്കയിലേക്ക് അദ്ദേഹം യാത്ര പോയി. അവിടെ വെച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ സലാലയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ എഴുത്തും കൊണ്ടാണ് നമ്മുടെ കേരള തീരത്തേക്ക് മതപ്രബോധകന്മാർ വന്നത്. അവരാണ് നമ്മുടെ കേരളത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വ്യക്തമായ ഒരു അസ്ഥിവാരമിട്ടത്. അതിന്റെ മുമ്പ് ചില കച്ചവടക്കാർ ഇവിടെ ദീനം കൊണ്ടുവന്നിരുന്നു, സഞ്ചാരികൾ ദീനം കൊണ്ടുവന്നിരുന്നു. പക്ഷെ വ്യവസ്ഥാപിതമായ ഒരു ദീനീ പ്രബോധനം ആരംഭിക്കുന്നത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല സംഘവും കേരളത്തിലേക്ക് വന്നപ്പോഴാണ്. അവര് ശരിക്ക് പള്ളി കെട്ടി, പള്ളികളിൽ കാദിമാരെ നിയമിച്ചു, കാദിമാർ നേതൃത്വം കൊടുത്തു. അങ്ങനെ അവരിലൂടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ ആവാഹിച്ചെടുത്തത്. ഞാൻ മഹാനായ ശംസുൽ ഉലമയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കണം. മഹാനായ ശൈഖുന ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരുന്ന 4 പതിറ്റാണ്ട് കാലം ഈ സംഘത്തെ മര്യാദക്ക് നയിച്ചുകൊണ്ട് നമുക്കൊക്കെ മാതൃക കാണിച്ച, നിങ്ങൾക്കൊക്കെ ബന്ധമുള്ള, നിങ്ങളുടെ നാടുമായി ബന്ധമുള്ള വലിയൊരു മഹാനാണ്. അള്ളാഹു ആ മഹാന്റെ ഹക്ക് ജാക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ നല്ല എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. വലിയ മഹാനായിരുന്നല്ലോ. ആ മഹാനിലേക്ക് നമ്മൾ എത്തുകയാണ്. കേരളത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം മാലിക് ദീനാറും സംഘവും നിർവഹിച്ചു. അത് ജനകീയം.
അവരോരോ സ്ഥലത്ത് പള്ളി കെട്ടി, പള്ളിയിൽ കാദിമാരെ നിയമിച്ചു. ആ കാദിമാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കേരളീയ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മുസ്ലിങ്ങളുടെ തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്ന പ്രദേശമുണ്ട്. അതാണ് ചാലിയം എന്ന് പറയുന്ന പ്രദേശം. അന്നത്തെ ചാലിയം, ഇന്നത്തെ കോഴിക്കോട്. അന്ന് ബേപ്പൂർ തുറമുഖമാണ് അതിന്റെ പ്രധാന കേന്ദ്രം. ചാലിയത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹു സംഘവും കടന്നു വന്നു. അവര് കടന്നുവന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഷിആറായ ഒരു പള്ളി നിർമ്മിച്ചവിടെ മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ പള്ളി നിർമ്മിച്ചത്. ആ പള്ളിയിൽ മാലിക് ബിൻ ഹബീബ് തങ്ങൾ തന്റെ പേരക്കുട്ടിയെ കാദിയാക്കി. ആ കാദിയുടെ പേരാണ് സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു. കോഴിക്കോട് കാദിമാരുടെ തലപ്പത്ത് കാണുന്ന കാദി അഥവാ കോഴിക്കോട് കാദി കുടുംബത്തിലെ ഒന്നാം കാദി ചരിത്രത്തിൽ ഈ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം ഇൽമു പഠിച്ചത് അങ്ങ് അറേബ്യയിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ശിഷ്യഗണങ്ങളിലൂടെ തലമുറകളായി താവഴിയായി കടന്നു വന്ന പരിശുദ്ധ ദീനും കൊണ്ടാണ് ഇയാൾ വരുന്നത്. മാലിക് ബിൻ ഹബീബ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. അവര് ദീൻ കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിൽ നിന്നാണ്. ഈ കുട്ടി ദീനും കൊണ്ടുവന്നിട്ട് അവിടെ ജനങ്ങൾക്ക് കാദിയായി. അദ്ദേഹം വലിയ ആലിമായിരുന്നു. ദർസും ആരംഭിച്ചു. കോഴിക്കോട്ട് അന്നു മുതൽ ദർസ് ആരംഭിച്ചു. വലിയ ദർസ് എന്ന് പറഞ്ഞാൽ ഇൽമു പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ദർസ്. അന്ന് ഇസ്ലാം വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രമേ പഠിക്കാൻ പറ്റൂ. എല്ലാവർക്കും അങ്ങനെ പഠിക്കാൻ വരാൻ കഴിയില്ല. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകൾക്കുള്ളൊരു പള്ളി ദർസ് അവിടെ ആരംഭിച്ചു. ആ പള്ളി ദർസിലേക്ക് പ്രഗത്ഭരായ ആളുകൾ വന്നു. അവർ ഇൽമു പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലശേഷം ഓരോ കാദിമാർ ഓരോ ഘട്ടത്തിലുണ്ടായി. ആ കൂട്ടത്തിൽ കോഴിക്കോട്ടെ കാദിമാരിൽ അതിപ്രധാനിയും പ്രഗത്ഭനുമായിരുന്നൊരു കാദിയാണ് നമ്മളൊക്കെ ചരിത്ര പുസ്തകത്തിലേറെ പ്രാധാന്യത്തോടെ വായിക്കുന്ന കാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് മുഹീദ്ദീൻ മാലയുടെ കർത്താവ്. കേവലം ഒരു മുഹീദ്ദീൻ മാല മാത്രമല്ല, ഒട്ടനവധി നല്ല മതഗ്രന്ഥങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ച പണ്ഡിത പ്രതിഭയാണ് കാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ കാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലശേഷം പിന്നെയും പ്രഗത്ഭരായ കാദിമാർ വന്നു. പിന്നെ വന്ന കാദിമാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു കാദിയാണ് കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാദി. അദ്ദേഹം ചരിത്രത്തിലേറെ അറിയപ്പെടുന്നു. അദ്ദേഹമാണ് മോയിൻകുട്ടി വൈദ്യരെ തന്റെ പള്ളിയിൽ താമസിപ്പിച്ച് പഠിപ്പിച്ചിട്ട് ഉഹുദ് പടപ്പാട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ഉഹുദ് പടപ്പാട്ട് പാടുമ്പോൾ അതിന്റെ മൂന്നാം ഇശലിൽ മനോഹരമായിട്ട് തന്റെ ഗുരുവര്യനായ കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാദിയെക്കുറിച്ച് മോയിൻകുട്ടി വൈദ്യരെ പരാമർശിക്കുന്നത് അതുകൊണ്ടാണ്. മോയിൻകുട്ടി വൈദ്യരെ മോയിൻകുട്ടി വൈദ്യരാക്കുന്നതിൽ കോഴിക്കോട്ടെ കാദിക്ക് പങ്കുണ്ട്. ആ കാദി കുടുംബത്തിൽ അതിപ്രധാനിയായ മറ്റൊരാളാണ് പിന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഫഖറുദ്ദീൻ റമദാൻ ശാലിയാത്തി. ഫഖറുദ്ദീൻ റമദാൻ ശാലിയാത്തി വലിയ പണ്ഡിതനാണ്. ആ ഫഖറുദ്ദീൻ റമദാൻ ശാലിയാത്തി തങ്ങൾ ചാലിയത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അഥവാ കോഴിക്കോട് കാദി കുടുംബത്തിൽപ്പെട്ട മഹാനവർകൾ കാദിയായി കോഴിക്കോട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പള്ളി ദർസിലേക്ക് കിതാബ് ഓതി പഠിക്കാൻ ചെന്ന ഒരു മുതഅല്ലിം. ആ മുതഅല്ലിമിന്റെ പേര് അബൂ യഹ്യ സൈനുദ്ദീൻ ബിൻ അലി. ആ കുട്ടിയുടെ പേരതാ. ആ കുട്ടി വരുന്നത് പൊന്നാനി എന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബം വരുന്നത് മംഗലാപുരത്ത് ബദറുദ്ദീൻ മഅബരി തങ്ങളും കൊച്ചിയിൽ ഇബ്രാഹിം മഅബരി തങ്ങളും. ഇബ്രാഹിം മഅബരി തങ്ങളുടെ സഹോദരന്റെ പുത്രനാണ് ഈ കുട്ടി. ആ കുട്ടി നേരെ പൊന്നാനിയിൽ വന്ന് താമസമാക്കിയിട്ട് പൊന്നാനി എന്നാ പിന്നെ വരുന്നത്. അതാണ് മഖ്ദൂം ഒന്നാമൻ എന്ന് ചരിത്രേഖപ്പെട്ട ആൾ. അപ്പോൾ മഖ്ദൂം ഒന്നാമൻ ആദ്യം കിതാബ് ഓതി പഠിക്കാൻ വന്നത് കോഴിക്കോട്ടാണ്. അന്ന് കോഴിക്കോട്ട് പ്രതാപമുള്ള ദർസുണ്ട്. നാദാപുരത്ത് ഖുത്ബുദ്ദീൻ ഷിറാസി തങ്ങളുടെ ദർസ് പോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഥമ 3 കേന്ദ്രങ്ങളതാ. ഒന്ന് പൊന്നാനി, മറ്റൊന്ന് കോഴിക്കോട്, മറ്റൊന്ന് നാദാപുരം. താനൂര് പോലും പിന്നെ പ്രസിദ്ധമാകുന്നതാണ്. ഈ ചരിത്രം ശരിക്കും പഠിച്ചു നോക്കുന്ന കോഴിക്കോട്ടെ കാദി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി തങ്ങളുടെ പരമ്പരയിൽ വന്നവരാണ് ഇവരൊക്കെ. അങ്ങനെ ബഹുമാനപ്പെട്ട കോഴിക്കോട് കാദി കുടുംബത്തിലെ പ്രഗത്ഭനായ ഫഖറുദ്ദീൻ റമദാൻ ശാലിയാത്തി തങ്ങൾ പഠിപ്പിച്ച് ബിരുദം കൊടുത്ത് അവിടുന്ന് പിന്നെ ഇൽമു കൂടുതൽ പഠിക്കണമെന്ന് കരുതി നേരെ പോയി പരിശുദ്ധ മക്കയിലേക്ക് ഹറം ഷരീഫിൽ കിതാബ് ഓതാൻ പോയി. ഹറം ഷരീഫിൽ കിതാബ് ഓതി പഠിച്ചിട്ട് ഹറമിൽ നിന്ന് പിന്നെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. അങ്ങനെ ഈജിപ്തിൽ ചെന്ന് ഇൽമു പഠിച്ചുകൊണ്ടാണ് അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ബിരുദമെടുത്തുകൊണ്ട് പൊന്നാനിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു പൊന്നാനിയിൽ വന്ന് നല്ല മനോഹരമായ ഒരു പള്ളി ദർസ് പൊന്നാനിയിലാക്കി. ആ പള്ളി ദർസാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഖ്ദൂം ഒന്നാമന്റെ ദർസ്. ആ ദർസിൽ കിതാബ് ഓതി പഠിച്ചവരാ കേരളത്തിൽ ഇൽമു പ്രചരിപ്പിച്ചവർ മുഴുവൻ. ആ ദർസിൽ ഇൽമിന്റെ സനദ് കൊടുത്തത് ഒരു വിളക്ക് വെച്ചുകൊണ്ട് ഒരു ഉദാഹരണം.
അൽ ഇൽമു നൂറുൻ, ഇൽമെന്നാൽ പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ ബിന്ദുവായ ഒരു വിളക്ക് അവിടെ വെച്ചിട്ട് അവസാനം ആ വിളക്കത്തിരുന്നൊരു കിതാബ് ഓതിട്ടാൻ പോയ സനദായി. മഖ്ദൂം സനദ് കൊടുത്തിരുന്നത് മഖ്ദൂമിന്റെ വിളക്കത്തിരിക്കല സനദ്, അതന്നെ സനദ്. വേറെ അന്ന് പ്രത്യേക കടലാസോ ഷഹാദയൊന്നും കൊടുക്കാറില്ല, അത് പിൽക്കാലത്ത് വന്നതാ. മഖ്ദൂം ഒരു ഇജാസത്ത് കൊടുക്കും, ആ വിളക്കത്തിരുന്നൊരു കിതാബ് ഓതി കൊടുത്തു. പൊന്നാനിലെ വിളക്കത്തിന് ആ പ്രകാശം കത്തിച്ച് അത് കൽബിൽ വെച്ച് നാട്ടിൽ വന്നാൽ ജനങ്ങൾ സ്വീകരിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ സഹോദരങ്ങളൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഗുരുനാഥനിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. ആ ഗുരുനാഥൻ ഇൽമ പഠിച്ചത് പൊന്നാനിന്നായിരിക്കും. എല്ലാവരുടെയും ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള നമ്മുടെ മുഴുവൻ ഇൽമ നേരെ ചെന്നുമുട്ടുക പൊന്നാനിയിലെ മഖ്ദൂമിന്റെ വിളക്കത്ത. അപ്പൊ നമ്മൾ അവരിൽ നിന്ന് പഠിച്ച ഇൽമേ നമ്മളെ കയ്യിലുള്ളൂ. ഇതാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് പിന്നീട് മഖ്ദൂമുമാരിലൂടെ ദീൻ പഠിച്ച് പള്ളി കെട്ടി മദ്രസ കെട്ടി മനോഹരമായ ഇൽമിന്റെ പ്രബോധകരും പ്രവർത്തകരുമായി. അപ്പോഴാണ് ശരിക്കൊരു അക്കാദമിക പ്രബോധനം കേരളത്തിലുണ്ടാവുന്നത്. ഞാൻ പറയുന്നതിന്റെ ചരിത്ര നാളുവഴി നിങ്ങൾ മനസ്സിലാക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധ ദീൻ എങ്ങനെ നമുക്ക് കിട്ടിയത്? നമുക്ക് ഈ പരിശുദ്ധ ദീൻ കിട്ടിയത് നേരെ മഹാനായ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ നിന്ന്. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഘം, ആ സംഘത്തിലെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ഹബീബ് തങ്ങൾ, അതിലൂടെയാണ് ഈ കുടുംബ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയത്. തിരിച്ചു ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്റെയും നിങ്ങളുടെയും ഇൽമ്, ആ ഇൽമ് നമ്മുടെ ഗുരുനാഥനുമായി ബന്ധപ്പെടുന്നു. നമ്മുടെ ഗുരുനാഥന്റെ ഇൽമോ നേരെ പൊന്നാനിലെ വിളക്കുമായി ബന്ധപ്പെടുന്നു. പൊന്നാനിലെ വിളക്കത്തെ ഇൽമോ മഹാനായ മഖ്ദൂം തങ്ങളുമായി ബന്ധപ്പെടുന്നു. മഖ്ദൂമിന്റെ ഇൽമോ കോഴിക്കോട് ബന്ധപ്പെടുന്നു. കോഴിക്കോട്ടെ ഖാദി കുടുംബത്തിലെ ആലിമീങ്ങൾ അതിന്റെ തലപ്പത്തോ അവരെ പഠിപ്പിച്ച ഗുരുവിന്റെ ഗുരു നോക്കുമ്പോൾ സൈനുദ്ദീൻ മദനി, മഹാനായ സൈനുദ്ദീൻ മദനി തങ്ങൾക്ക് എവിടുന്നാണ് ഇൽമ കിട്ടിയത്? അദ്ദേഹം മാലിക് ബിൻ ഹബീബിന്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹം വന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കത്തിച്ചെടുത്ത ഇൽമ നേരിട്ട് കിട്ടിയ നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. ഒരഭിപ്രായ വ്യത്യാസമോ തർക്കമോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. 1920 വരെ കേരളത്തിലെ മുസ്ലിങ്ങൾ മതവിഷയത്തിൽ തർക്കിച്ച ഒരു ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് തർക്കിച്ചിട്ടുണ്ടോ? മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ തർക്കമുണ്ടായിട്ടില്ലല്ലോ. ഒരു തർക്കവുമില്ലാതെ വളരെ മനോഹരമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൊണ്ടു നടന്നു. നമ്മള് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാം വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ നല്ല നിലക്ക് പ്രബോധനം നടത്തി. തർക്കമില്ല, വാദമില്ല, കോലാഹലമില്ല, സംഘടനകളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പിന്നെന്താ ഉണ്ടായത്? 1920 വന്നപ്പോ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ടായി. എന്താ നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ? ഇന്ത്യ മഹാരാജ്യത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷെടുത്ത കലാപം നടത്തിയിരുന്ന മുസ്ലിങ്ങൾ, ലോകത്തെ മുസ്ലിങ്ങൾ ബ്രിട്ടനെതിരായിരുന്നു. ഇപ്പൊ ലോകത്ത് കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, പാവപ്പെട്ട മുസ്ലിങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക സകല സഹായം കൊടുക്കുന്നു. 2200 കോടി രൂപ ഒരു കൊല്ലത്തിൽ അമേരിക്ക കൊടുക്കും, വെറുതെ ബോംബുണ്ടാക്കാൻ വേണ്ടി മാത്രം. മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർക്ക് ബോംബുണ്ടാക്കാൻ മാത്രം അമേരിക്ക കൊല്ലത്തിൽ 2200 കോടി. നോക്കണം നിങ്ങൾ, അത്ര വലിയ തുക കൊടുക്കുന്നുണ്ട്. 200 കോടി ഇടക്കിടക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. $200 കോടി അമേരിക്കയുടെ സ്ഥിരം സഹായമാണ്. ആണ്ടിൽ അത് കൊടുക്കും. അവർ ആ രാജ്യം അവർ 200 കോടി രൂപ കൊടുത്തുകൊണ്ട് നിലനിർത്തുക. അതിന് പുറമെ അമേരിക്ക യുദ്ധത്തിനും മറ്റും കുറേ പൈസ വേറെ കൊടുക്കും. ആ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഖിലാഫത്തിന്റെ ഒരു മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിരിക്കും. എന്തേ ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാവാൻ കാരണം? ലോക ചരിത്രത്തിൽ പരതിയാൽ കാണാൻ കഴിയും. മുസ്ലിം ഉമ്മത്തിന്റെ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് ചരിത്രം പറയുന്ന ഒട്ടോമൻ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബ്രിട്ടൻ എതിർത്തു. ആ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പ് ബ്രിട്ടൻ എതിർത്തപ്പോൾ ആ ബ്രിട്ടനെ തകർക്കണം എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. ആ ഫത്വയുടെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ മുസ്ലിങ്ങൾ സംഘടിച്ചു. അന്നൊക്കെ മുസ്ലിങ്ങൾക്ക് സ്വഭാവമുണ്ട്, ഒരു പണ്ഡിതൻ പറഞ്ഞാൽ മുസ്ലിങ്ങൾ അംഗീകരിക്കും. ലോക മുസ്ലിങ്ങളുടെ നേതൃത്വം പറഞ്ഞപ്പോൾ മുസ്ലിം ഉമ്മത്ത് അനുസരിച്ചതോടുകൂടി നമ്മുടെ നാട്ടിലൊക്കെ ഖിലാഫത്ത് കമ്മിറ്റി വന്നു.
നമ്മുടെ നാട്ടിൽ ഖലീഫയില്ല, നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണമല്ല. എന്നിട്ടും നമ്മുടെ നാട്ടിൽ എന്തിനാ ഖിലാഫത്ത് കമ്മിറ്റി വന്നത്? അത് ലോക മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെ ഭാഗമാണ്. അന്ന് ലോകത്തെ മുസ്ലിങ്ങൾ ഒരു നേതാവായി കണ്ടിരുന്നത് തുർക്കിയിലെ ഖലീഫയാണ്. ആ ഖലീഫയുടെ ഖിലാഫത്ത് സംരക്ഷിക്കാൻ നമ്മളിവിടെ പലസ്തീനോട് ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന പോലെ, പൊതുയോഗം നടത്തുന്ന പോലെ അന്ന് ഇവിടെയും ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷെ ഇന്നത്തെ പലസ്തീനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ അന്നത്തെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഉപകാരം ചെയ്യും. എന്താ കാരണം? അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടനാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനോട് നേരിട്ട് നമുക്ക് പ്രതികാരം തീർക്കാൻ പറ്റും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ബ്രിട്ടനെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അന്ന് മുസ്ലിങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തെ മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ മുസ്ലിങ്ങൾ ധീരമായി പൊരുതി. ആ പൊരുതൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിലേക്ക് എത്തിയെങ്കിലും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ പല പരിപാടികളും നമ്മുടെ രാജ്യത്തും ലോകത്തും ബ്രിട്ടീഷുകാരുണ്ടാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയിൽ പോലും വിദഈ പ്രസ്ഥാനമാകുന്ന വഹാബി പ്രസ്ഥാനം വളർന്നു പന്തലിച്ചത്. അങ്ങനെയാണ് ഹിജ്റ വർഷം 1111 ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മനുഷ്യന്റെ ചിന്ത നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പല പ്രദേശത്തും കടന്നു വന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഭിന്നിപ്പുണ്ടാക്കിയത്. ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഹിജ്റ വർഷം 991 രണ്ടാമത്തെ മഖ്ദൂം ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. മഹാനായ മഖ്ദൂം രണ്ടാമൻ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ വെളിപ്പാടകലെ ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം രണ്ടാമൻ മഹാനവർകൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം, അഥവാ ഹിജ്റ 991, ഞാൻ അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഹിജ്റ 991 മഖ്ദൂം രണ്ടാമൻ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ രണ്ട് മഖ്ദൂമുമാർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിച്ചു. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ഒരു തലമുറയെ ഇവിടെ അവരുണ്ടാക്കി. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ അറിയുന്ന വലിയൊരു തലമുറയെ പടച്ചതിന്റെ ശേഷമാണ് അവർ പോയത്. ഫത്വ കൊടുക്കാനും ഇൽമ് എന്തെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും നല്ല കേൾപ്പും യോഗ്യതയുമുള്ള ഒരു സമൂഹത്തെ ഇവിടെ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു തരത്തിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചിന്തയെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ആ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആ ചിന്ത ഇവിടെ കടന്നു വന്നപ്പോൾ മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ അവർക്കെതിരെ അതിശക്തമായി പോരാടി. നിരവധി വേദികളിൽ ബിദഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചു. ആ പണ്ഡിതന്മാരുടെ പ്രസംഗം കൊണ്ട് ജനങ്ങളൊക്കെ ശരിക്കും ദീനെന്തെന്ന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ബിദഈ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നില്ല. പക്ഷേ 1921 വന്നപ്പോഴേക്കും ഒരു സംഘടിത രൂപത്തിലേക്ക് മാറി. ആദ്യം അവർ നിഷ്പക്ഷ സംഘമുണ്ടാക്കി, പിന്നെ അവർ ഐക്യസംഘമുണ്ടാക്കി. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഐക്യസംഘവും നിഷ്പക്ഷ സംഘവും പിന്നെ ഒരു പ്രത്യേക പേരിലേക്ക് മാറിക്കൊണ്ട് കേരള ജമിയത്തുൽ ഉലമ വന്നു. ആ ജമിയത്തുൽ ഉലമയുടെ വാർഷിക സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ മഹാനായ അഹമ്മദ് കോയ ഷാലിയാത്തീന പറല്ലാഹു മർക്കദ മഹാനവർകൾ ശക്തമായി ഇടപെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, ശരിയല്ല, നിങ്ങൾ ഈ ചിന്തയുമായി ഇവിടെ വന്നാൽ ഇന്നലെ വരെ മഹാന്മാരെ അനുസരിച്ചുകൊണ്ട് നടന്നിരുന്ന ഇവിടെയുള്ള ഉമ്മത്ത് മൗലിദോതുകയും റാത്തീബോതുകയും അദ്ദാദറാത്തീബ് ചൊല്ലുകയും ചെയ്തിരുന്നൊരു സമൂഹം, നമ്മുടെ മുൻ തലമുറയുടെ പ്രവർത്തനം അതാണ്. അവർ മൗലിദോതും അവർ റാത്തീബ് ചൊല്ലും. അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ജന്മദിനം വരുമ്പോൾ വിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ നമ്മൾ എന്നാണോ നബിദിനം ആഘോഷിക്കുന്നത് അന്ന് മൗലിദോതും നബിദിനത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം സന്തോഷമാക്കുന്നത് മുസ്ലിമിന്റെ സ്വഭാവമാണ്. കാലചക്രം കറങ്ങിയപ്പോൾ 920 വന്നപ്പോൾ ഈ ബിദഈ പ്രസ്ഥാനക്കാർ വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തോട് പറഞ്ഞെന്താ, നിങ്ങളൊരു കാരണവശാലും മൗലിദ് ആഘോഷിക്കാൻ പാടില്ല, നിങ്ങളൊരു കാരണവശാലും മഹാന്മാരെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു കാരണവശാലും അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ വിഭാഗത്തെ മാനിക്കാൻ പാടില്ല. അങ്ങനെ പോയി 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 ആരാധനാ വിഷയത്തിൽ കടന്നു കയറി തറാവീഹിന്റെ റക്അത്ത് 8 ആക്കി, ജുമഅയുടെ ബാങ്ക് 2 ഒന്നാക്കി,
ആ രീതിയിൽ നമ്മുടെ ഉമ്മത്തിൽ ബിദ്അത്ത് കടന്നു വന്നപ്പോൾ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരുടെ തലപ്പത്ത് അന്ന് ജീവിച്ചിരുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ബറക്കൽ മുല്ലക്കോയ തങ്ങൾ. ആരാമുല്ലക്കോയ തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി 17-ാം നൂറ്റാണ്ടിന്റെ ദക്ഷിണാർദ്ധത്തിൽ മഹാനായ അലി ഹാമിദ് ബഅലവി തങ്ങൾ കോഴിക്കോട്ട് വന്നു. സയ്യിദ് അലി ഹാമിദ് ബഅലവി, ശരിക്കും ചരിത്രം പഠിക്കണം. ആ അലി ഹാമിദ് ബഅലവി തങ്ങൾക്കൊരു മകൻ പിറന്നു, അലി ബഅലവി. അലി ബഅലവി തങ്ങൾക്കൊരു മകൻ പിറന്നു, അഹമ്മദ് ബഅലവി. അദ്ദേഹത്തിനൊരു മകൻ പിറന്നു, ഹസൻ ബഅലവി. ഹസൻ ബഅലവി തങ്ങളുടെ മകൻ മുഹമ്മദ് ബഅലവി, അഞ്ചാമൻ. ആ മഹാനായ മുഹമ്മദ് ബഅലവി തങ്ങൾ, മുഹമ്മദ് ബഅലവി തങ്ങൾ ഓർക്കണേ, മഹാനായ മുഹമ്മദ് ബഅലവി തങ്ങൾ മഹാനായ വലിയുല്ലാഹി ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ സമശീർഷനാണ്. മഹാനായ ഖുത്ബുസ്സമാൻ കോഴിക്കോട് നഗരത്തിലേക്ക് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബഅലവി തങ്ങളെ കാണാറുണ്ടായിരുന്നു. അത്ര വലിയ മഹാനായിരുന്നു മുഹമ്മദ് ബഅലവി തങ്ങൾ. ആ മുഹമ്മദ് ബഅലവി തങ്ങളുടെ മകനായി 1840 ജനിച്ച മഹാനാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ബറക്കൽ മുല്ലക്കോയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്താണിത്. മഹാനവറുകൾ ഉടനെ തന്നെ അന്നത്തെ ആലിമീങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി. എല്ലാ ആലിമീങ്ങളെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇസ്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പണ്ഡിതന്മാരായ നിങ്ങൾ ഒരിക്കലും നോക്കി നിൽക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. ആ കടമ നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നമുക്ക് മനോഹരമായി ഇതിനെതിരെ പൊരുതുവാനൊരു ജംഇയ്യത്ത് വേണം. ആ ജംഇയ്യത്ത് രൂപീകരിച്ചു. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്ത് രൂപീകരിച്ചുകൊണ്ട് ആ ജംഇയ്യത്തിന്റെ പ്രവർത്തനം നമ്മുടെ കൊച്ചു കേരളത്തിൽ ആരംഭിച്ചു. 1926 അതിന്റെ വ്യവസ്ഥാപിത പ്രവർത്തനം. 25 സംഘടന രൂപീകരിച്ചുവെങ്കിലും 26 അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആരാതിന്റെ തലപ്പത്ത് 926 മുതൽ അതിന്റെ തലപ്പത്ത് ബഹുമാനപ്പെട്ട വരക്കലത്തങ്ങളാണ്. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉസ്താദ് മദീനക്കാരനായ അലി അത്വാസ, മഹാനവരുടെ മറ്റൊരു ഉസ്താദ് അബ്ദുള്ള മഅബരിയാണ്. ഒരു ഉസ്താദ് മദീനക്കാരൻ, ഒരു ഉസ്താദ് യമനി. ദീനിന്റെ ശരിയായ രൂപം യമൻ വഴി കടന്നു വരുമെന്ന് മദീനയിൽ ഇരുന്നുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു. ആ മദീനയും യമനും യോജിക്കുന്ന ഇൽമാന മുല്ലക്കോയ തങ്ങളുടേത്. ആ മുല്ലക്കോയ തങ്ങൾ ആലിമീങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് നീണ്ട ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് അസ്ഥിവാരമിട്ടു. ആ സമസ്ത കേരള ജംഇയ്യത്ത് പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചു. ഈ മുല്ലക്കോയ തങ്ങൾ, ഇത്ര വലിയ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ട മുല്ലക്കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ആ മഹാന്റെ കൂടെ കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ കാത്തിബായി എഴുത്തുകാരനായി ഒരു പണ്ഡിതൻ കടന്നു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് കോയ. വിശ്വസ്തനായ കാത്തിബ്, മഹാനായ സയ്യിദിന്റെ വിശ്വസ്തനായ കാത്തിബ് മുഹമ്മദ് കോയ. ആ മുഹമ്മദ് കോയയുടെ മകൻ ബഹുമാനപ്പെട്ട അബൂബക്കർ, അബൂബക്കറിന്റെ മകൻ കോയക്കുട്ടി. കോയക്കുട്ടി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിനും ഫാത്തിമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ദാമ്പത്യത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ എന്ന് പറയുന്ന മഹാനായ ശംസുൽ ഉലമ ജനിക്കുന്നു. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ജനിക്കുന്നു. ഓർക്കണം നിങ്ങൾ, ബഹുമാനപ്പെട്ടവർ ജനിച്ച് അദ്ദേഹം ആദ്യകാലത്ത് നമ്മുടെ ശംസുൽ ഉലമയെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്നോട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പരിചയപ്പെടുത്താനാ പറഞ്ഞത്. അത് തന്നെ പുലരുവോളം പറഞ്ഞാൽ തീരില്ല. പക്ഷെ കടുത്ത കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടായിക്കൊള്ളട്ടെ. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മഴയെ പഠിക്കരുത്. നമുക്ക് കേൾക്കാനും എനിക്ക് പറയാനും ചെറിയൊരു പ്രയാസം ഉണ്ടാവാം. അത് നമ്മൾ നോക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നമുക്ക് തരുന്നുവോ അത് കൈനീട്ടി സ്വീകരിക്കലാണ് നമ്മുടെ കടമ. നമുക്ക് അല്ലാഹു മഴ തരാൻ ഉദ്ദേശിച്ചാൽ നമ്മളിത് കൈനീട്ടി വാങ്ങണം. നമ്മളവിടെ ഒരു അസ്വാരസ്യം പ്രകടിപ്പിക്കാൻ പാടില്ല. ഇതിന്റെയൊക്കെ ഖൈർ പടച്ചറബ് നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് നൽകിയ സന്ദേശം മുറുകെ പിടിക്കുന്നതിന് വേണ്ടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിൽ ബഹുമാനപ്പെട്ട ശൈഖുന കടന്നു വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ പഴയകാല ജീവിത പ്രവർത്തനങ്ങളൊന്ന് നോക്കും. പറമ്പിൽ കടവ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. ആ സ്കൂളിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവിന് ബോധ്യമായി.
നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നല്ല ആക്ടിലാണ്. അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്, ക്ലാസ്സിൽ ഒന്നാമനാണ്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ അതിബുദ്ധി അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ വരെ ആകർഷിച്ചിരുന്നു. തന്റെ ഗുരുവര്യന്മാരെ വരെ അദ്ദേഹത്തെ പുകഴ്ത്തിയിരുന്നു. അങ്ങനെയിരിക്കെ ബഹുമാനപ്പെട്ടവർ തന്റെ ഭവനത്തിൽ ഒരു ദിവസം അദ്ദേഹം വെച്ച പുസ്തകങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പിതാവ് എടുത്തു നോക്കി. ആ എഴുത്തച്ഛൻ കണ്ട് കോയട്ടി മുസ്ലിയാർ തന്റെ മകന്റെ റൂമിലെ പുസ്തകങ്ങൾ കണ്ടുകൊണ്ട് ഞെട്ടി. ആ മകന്റെ പഠന തൽപരതയും ലോവർ പ്രൈമറിയിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ വിദ്യാഭ്യാസ താൽപര്യവും ആ പിതാവിനെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ പിതാവ് തന്റെ മകനെക്കുറിച്ച് തീരുമാനമെടുത്തു. എന്റെ മകനെ ഇനി മുതൽ സ്കൂളിലേക്ക് അയക്കുന്നില്ല, ആ മകനെ ഞാൻ പള്ളി ദർസിൽ കിതാബോധി പഠിക്കാൻ വിടുകയാണ്. ഒരു ബാപ്പാന്റെ തീരുമാനം ഓർക്കണം നിങ്ങൾ. അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനം അതോടെ നിലച്ചു. ഇന്ന് നമ്മൾ പറയും സ്കൂൾ പഠനം നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, അല്പമെങ്കിലും സ്കൂളിൽ പഠിക്കാഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രധാനത്തെക്കുറിച്ച് പറയാറുണ്ട്. വേണ്ട, നമ്മൾ പറയുന്നില്ല. സ്കൂളിൽ പോകണം, പഠിക്കണം, ഭൗതിക വിദ്യ നുകരണം. നമ്മളാരും അതിനെതിരല്ല. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണേ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ പിതാവ് മഹാനവറുകളുടെ ആ പഠനം, ഭൗതിക വിദ്യാഭ്യാസം നിർത്തിയിട്ട് അദ്ദേഹത്തെ ദർസിലേക്ക് അയച്ചു. ആ കുട്ടി ദർസിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ ഹെഡ് മാസ്റ്റർ കുതിരവണ്ടിയിൽ വന്നുകൊണ്ട് വീട്ടിലെത്തി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പിതാവിനെ കണ്ടുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുഞ്ഞിനെ മറ്റു വിദ്യാഭ്യാസത്തിന് വിടാതെ സ്കൂളിൽ തന്നെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാ പിതാവിന്റെ മറുപടി എന്താണ്? ഞാൻ എന്റെ കുട്ടി നല്ല ബുദ്ധിയുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞിനെ വേറെ പഠനത്തിന് വിടുന്നത്. അവനെ ഞങ്ങളെ മതത്തിന് വേണം. ഭൗതിക വിദ്യ പഠിക്കാൻ ആരായാലും മതി, മതം പഠിക്കാൻ ബുദ്ധിയുള്ളവൻ വേണം. അതാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. മതപഠനം നടത്തണമെങ്കിൽ നല്ല ബുദ്ധി വേണം. പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടികളെ ദർസിലേക്കും ജയിക്കുന്ന കുട്ടികളെ ഗവൺമെന്റ് കോളേജിലേക്കും ആ അവസ്ഥ മാറ്റണം. നമ്മൾ നല്ല വിവരമുള്ള കുട്ടിക്ക് നമ്മൾ രണ്ടും പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ വാഫി ഹുദവി സിലബസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾ മികച്ചു നിൽക്കാൻ കാരണതാണല്ലോ. നല്ല ബുദ്ധിയുള്ള കുറച്ച് കുട്ടികൾ വന്നപ്പോൾ ഇതിന്റെ ഗുണം നമ്മൾ കണ്ടല്ലോ. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല ബുദ്ധിയും വിവേകവുമുള്ള കുട്ടികൾ വന്നപ്പോൾ നമ്മൾ കണ്ടു. അതില്ലെങ്കിലോ കേവലം വിദ്യാഭ്യാസ രംഗത്ത് പുറകിലുള്ള കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ ദർസിന് നല്ല മക്കളുണ്ടാവൂല. അവ നമ്മൾ മഹാനായ ശംസുൽ ഉലമയുടെ പിതാവിന്റെ മാതൃക പിന്തുടരണം. ശംസുൽ ഉലമയുടെ ഉപ്പ അദ്ദേഹത്തെ ദർസിലയച്ച് പഠിപ്പിച്ചുകൊണ്ട് നമുക്കെന്താ കിട്ടിയത്? വലിയൊരു ആലിമിനെ കിട്ടി. ഇല്ലെങ്കിൽ അദ്ദേഹം ഭൗതിക വിദ്യ പഠിച്ചിരുന്നെങ്കിലോ ഒരുപക്ഷെ ഒരു ഡോക്ടറാകും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകും. ശംസുൽ ഉലമ ആകില്ലല്ലോ. ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് വേണ്ടി നമ്മളിങ്ങനെ വന്നിരിക്കോ? ഏതെങ്കിലും ഒരു എഞ്ചിനീയർക്ക് വേണ്ടി നമ്മളിങ്ങനെ വന്നിരിക്കോ? നമ്മളിത് മാത്രമല്ല, ഇത് മലയാളികൾ എവിടെയുണ്ടെങ്കിലും ശൈഖുനായുടെ ആണ്ട് വന്നാൽ ജനങ്ങൾ അവിടെ ഒഴുകിയെത്തുക. ഞാൻ തന്നെ ഇപ്പോൾ ശൈഖുനായുടെ മഹത്വം 2-3 വേദിയിൽ ഒന്നിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ. എന്താ കാരണം? അവിടെയൊക്കെ ശൈഖുനായ സ്മരിക്കപ്പെടുന്നതിന് ചിലപ്പോൾ നഗരിയുടെ പേരതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ വിഷയം വെച്ച പ്രഭാഷണമായിരിക്കും. എന്താ എന്റെ കാരണം? അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ സ്നേഹം അദ്ദേഹത്തെക്കുറിച്ചുണ്ട് എന്നതാണ്. അത് വല്ലാത്തൊരു സ്നേഹമാണ്. അന്നിട്ട് കൊടുക്കുക. ഇദാമാ അഹബ്ബല്ലാഹു ശഖ്സൻ യുഹിബ്ബുഹു ജമീഉൽ വറാ ഫിൽ അർളി ഫൽയുസിയൂളൂ. വളരെ മനോഹരമായ വാചകം നോക്ക് നിങ്ങൾ. ഇദാമാ അഹബ്ബല്ലാഹു ശഖ്സൻ യുഹിബ്ബുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെങ്ങാനും സ്നേഹിച്ചാൽ യുഹിബ്ബുഹു, ആ മനുഷ്യനെ സ്നേഹിക്കുമാര് ജമീഉൽ വറാ ഫിൽ അർളി ഫൽയുസിയൂളൂ. ജമീഉൽ വറാ ഫിൽ അർള്, ഈ ഭൂമിയിലുള്ള സകലമാണ് സൃഷ്ടികളും അദ്ദേഹത്തെ മാനിക്കും. ഫൽയുസിയൂളൂ, ആ മനുഷ്യന് പടച്ചിറപ്പ് ഇസ്സത്ത് സംഘടിപ്പിച്ചു കൊടുക്കും. അഥവാ ആ മനുഷ്യനെ പടച്ചിറപ്പ് വലിയ യോഗ്യതയിൽ പവറിൽ തന്നെ നടത്തുമെന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ കൊണ്ട് ഇവിടെ ഒരുപാട് ഉപകാരം ദീനിന് കിട്ടിയെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോഴാണ് പടച്ചിറപ്പ് ഒരു മനുഷ്യനെ സ്നേഹിക്കൽ. ശംസുൽ ഉലമയെ പടച്ചിറപ്പ് സ്നേഹിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളെ സ്നേഹിച്ചപ്പോഴോ ആ സ്നേഹത്തിന്റെ പാരമ്യതയിൽ പടച്ചിറപ്പ് ബഹുമാനപ്പെട്ടവർക്ക് വലിയ പദവി കൊടുത്തു. ആ പദവിയിൽ ബഹുമാനപ്പെട്ടവർ നമ്മുടെ സമൂഹത്തെ നയിച്ചു. ശരിക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾ ഓർക്കണേ,
മഹാനവറുകളെ കുറിച്ചാണ് എന്റെ വിഷയമെന്നതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറയുന്നത്. ബഹുമാനപ്പെട്ടവരെ നമ്മളൊന്ന് ശരിക്ക് പരിചയപ്പെടണം. ഇപ്പോഴും മഹാനവറുകൾ മരിച്ചപ്പോൾ ശിഹാബ് തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ആഴമറിഞ്ഞ പണ്ഡിതൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ആഴമറിഞ്ഞ പണ്ഡിതൻ. നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്, നമ്മളൊക്കെ തഫ്സീർ വായിക്കുന്നവരാണ്. പക്ഷേ നമ്മളൊന്നും കാണാത്ത ചില അർത്ഥങ്ങൾ, നമ്മളൊന്നും കാണാത്ത ചില വ്യാഖ്യാനങ്ങൾ മഹാന്മാർ കൊടുത്ത വ്യാഖ്യാനത്തിന് പുറമെ തന്നെ ശൈഖുന കാണുമായിരുന്നു. അദ്ദേഹത്തിന് തന്റേതായൊരു ശൈലിയുണ്ടായിരുന്നു. എന്താണതിന്റെ കാരണം? ചെറുപ്പത്തിൽ പ്രകടിപ്പിച്ച ഈ ബുദ്ധി തന്നെ. ദർസിൽ പഠിച്ചു വളർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരെവിടെത്തി? 25 വയസ്സുള്ളൊരു മനുഷ്യന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. 25ാമത്തെ വയസ്സിൽ വെല്ലൂർ ബാക്കിയാത്തിൽ മുഫ്തിയായി. വെല്ലൂർ ബാക്കിയാത്ത് അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ എല്ലാ ഫന്നിലും വിവരമുണ്ട് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഫത്വ കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ മുഫ്തിയാണ്. 25ാമത്തെ വയസ്സിൽ മുഫ്തിയാവാതെ വന്നതിനപ്പുറം 25 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ടവർ നേടിയെടുത്ത ഇൽമിന്റെ മഹത്വമാണത്. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരോട് പഠിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഉസ്താദുമാർക്ക് വലിയ മതിപ്പായിരുന്നു. മഹാന്മാരായ ഗുരുവര്യന്മാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ചില മസലകൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കും. ആ ചെറുപ്പകാലത്ത് തന്നെ വലിയൊരു പാണ്ഡിത്യത്തിന്റെ പ്രതിഭയിരുന്നുണ്ട്. ഭാഷകൾ പലതും, അതുപോലെ തന്നെ ചുരിയാനി ഭാഷ പോലും അദ്ദേഹം പഠിച്ചു. അദ്ദേഹം ബാക്കിയാത്തുള്ള സമയത്താണ് ഒരു പാതിരി മുസ്ലിമായിട്ട് അവിടെ വന്നു. ഒരു ക്രൈസ്തവ പാതിരി മുസ്ലിമായി വന്നു. വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ആംഗലേയ ഭാഷയും അനുബന്ധ കാര്യങ്ങളുമൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയാണ് ഈ വ്യക്തിക്ക് അടിസ്ഥാനപരമായ ദീനീ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അവിടുത്തെ ഉസ്താദുമാരെ ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട ശൈഖുന അതുപോലെ ചെയ്തു. അയാൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹമോ ശൈഖുനാക്ക് അതിന് പകരം പാരിതോഷികമായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് അദ്ദേഹം സുറിയാനി ഭാഷ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈവശം സൂക്ഷിച്ചിരുന്ന സുറിയാനി ഭാഷയിലൊരു ബൈബിള് കൊടുത്തു. അങ്ങനെ ബാക്കിയാത്തിൽ നിന്നാണ് ശൈഖുനാക്ക് സുറിയാനി ഭാഷയിലെ ബൈബിൾ കിട്ടിയത്. മതം വിശ്വസിച്ച് വന്നൊരു അച്ഛനെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദുമാർ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതുകൊണ്ട് ഇസ്ലാം മതം അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ അയാൾ ശൈഖുനാക്ക് തിരിച്ചിങ്ങോട്ട് സുറിയാനി ഭാഷ എഴുതി പഠിപ്പിച്ചു. രണ്ടാമത് നല്ല മനോഹരമായൊരു പാരിതോഷികം എവിടെയും കിട്ടാനില്ലാത്ത സുറിയാനി ഭാഷയിലൊരു ബൈബിൾ കൊടുത്തു. ആ ബൈബിൾ കയ്യിലുള്ളത് കൊണ്ടാണ് എടക്കരയിൽ ബഹുമാനപ്പെട്ടവർ പ്രസംഗിച്ചപ്പോൾ മിഷണറിമാർ ഒതുങ്ങിപ്പോയത്. അതിങ്ങനെ പൊക്കിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ വരാം, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ. നിങ്ങൾ നിരാശരാവേണ്ട, നാളെയും മറ്റന്നാളും ഒക്കെ അവിടെ പരിപാടിയുണ്ടല്ലോ. ഒരു ദിവസം എങ്ങനെയായി എന്നതുകൊണ്ട് എനിക്കൊരു നിരാശയില്ല. മാത്രമല്ല നമ്മൾ തുടരുന്ന പരിപാടിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരെ സ്മരിക്കുന്ന ഈ സദസ്സിൽ അവന്റെ അനുഗ്രഹമാകുന്ന മഴ തന്നുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുക. പടച്ചറബ് ശൈഖുനായുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ ദ്വാരക്കേണ്ടത് അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാനവറുകൾ ബാക്കിയാത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒട്ടനവധി ശിഷ്യഗണങ്ങൾ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. ഞാൻ അല്പം ചുരുക്കുകയാണ് ദീർഘിപ്പിക്കാതിരിക്കാൻ. ആ മഹാനായ പണ്ഡിതന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അദ്ദേഹം സേവനം ചെയ്തത്. 1951 മുതൽ അദ്ദേഹം 1996 മരണപ്പെടുന്നത് വരെ ആ മഹാനായ മനുഷ്യൻ സമസ്തയുടെ നേതാക്കനായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത മഹാൻ, നിരവധി ശിഷ്യഗണങ്ങളുടെ ഒരു ആത്മീയ ഗുരുനാഥൻ. പക്ഷേ നമ്മളൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമേ കണ്ടുള്ളൂ. കേവലം പണ്ഡിതനായിരുന്നില്ല, മറിച്ചോ മഹാനവറുകൾ പാണ്ഡിത്യത്തിന്റെ ഗരിമ കൊണ്ട് തന്റെ വിലായത്തിനെ മറച്ചു വെക്കുകയാണ്. ആ മനുഷ്യന്റെ വിലായത്തിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരനുഭവം നോക്ക് നിങ്ങൾ. മഹാനവറുകൾ ഈ സമൂഹത്തിന്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് എല്ലാം നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നതിന്റെ തെളിവ്. അദ്ദേഹം ജാമ്യയിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു അസറിന്റെ ശേഷം അദ്ദേഹം ജാമ്യയിൽ കസേര ഇങ്ങനെ ഇരിക്കുക, വരാന്തയിൽ ചാരു കസേരയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളിങ്ങനെ നിരീക്ഷിക്കുന്നതോടൊപ്പം പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ആ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നടക്കാനിറങ്ങിയ കുറച്ച് കുട്ടികൾ ഗേറ്റ് കടന്നിങ്ങനെ വരുന്നുണ്ട്. അവർ ഗേറ്റ് കടന്നിങ്ങനെ വരുമ്പോൾ ശൈഖുന ആ കടന്നു വരുന്ന കുട്ടികളിങ്ങനെ നോക്കി
ശരിക്കും ശ്രദ്ധിക്കണം പറയുന്നത്. ആ കുട്ടികളെങ്ങനെ നോക്കിയിട്ട് ആ കടന്നു വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അവന്റെ പേര് അലവി. ഞങ്ങളുടെ നാടിന്റെ അടുത്തുള്ള ഒതുക്കലാണ് അവന്റെ വീട്. ഇന്നും അവന്റെ കുടുംബവും അനുബന്ധവും ഒക്കെ അവിടെയുണ്ട്. ആ അലവി എങ്ങനെ നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു, അലവി ഇവിടെ വാ. ആ കൂട്ടത്തിൽ നിന്ന് അലവി നേരെ മുന്നോട്ട് വന്നു. അലവിയോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിന്റെ മുഖലക്ഷണം ശരിയല്ലടാ, നീ ഇവിടെ പഠിക്കേണ്ടവനല്ല, നീ പെട്ടെടുത്ത് പോയിക്കോ. 3 വാക്കുകൾ കൃത്യമായി ശൈഖുന പറഞ്ഞു. ആ 3 വാക്കുകൾ കൊണ്ട് അലവിക്ക് കാര്യം ബോധ്യമായി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, നിന്റെ മുഖലക്ഷണം ശരിയല്ല, നീ പെട്ടെടുത്ത് പോയിക്കോ, നീ ഇവിടെ പഠിക്കേണ്ടവനല്ല. അലവി പെട്ടെടുത്ത് പോയി. അലവി പോയി എന്ന് മാത്രമല്ല, അലവിക്ക് നല്ല ബുദ്ധിയും അതുപോലെ തന്നെ നല്ല അനുസരണയുണ്ടായിരുന്നു. അലവിയെ സംബന്ധിച്ചിടത്തോളം അലവിയെ പുറത്താക്കിയപ്പോൾ ക്യാമ്പസിൽ സംസാരമായി. അലവി ഒരു അച്ചടക്ക വിരുദ്ധ പ്രവർത്തനം ചെയ്തില്ല. അച്ചടക്കത്തിനെതിരെ അവൻ നിന്നിട്ടില്ല. അച്ചടക്കത്തിന് കുട്ടിയ 2 നല്ല ആക്റ്റിലാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. എല്ലാ നിലക്കും നല്ല ബുദ്ധിയുണ്ട്. പിന്നെന്തിനാ അലവിയെ പുറത്താക്കിയത്? ആർക്കും അറിയില്ല. അലവിയെ എന്തിന് പുറത്താക്കിയെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ശൈഖുനാക്ക് മാത്രം അറിയാം. ശൈഖുന പറഞ്ഞതുമില്ല. ആളുകൾ ആരും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായ ഉസ്താദുമാരെന്തോ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടൊക്കെ കാര്യമുണ്ട്, പിന്നെ മനസ്സിലാവുന്നു പറഞ്ഞു. അങ്ങനെ അലവി നാട്ടിൽ പോയി. അലവിയെ സംബന്ധിച്ചിടത്തോളം അഫ്ദലുൽ ഉലമ കോഴ്സിന് അഡ്മിഷൻ കിട്ടി. അഫ്ദലുൽ ഉലമ കോഴ്സ് പാസ്സായി. പാസ്സായൊക്കെ ജോലി വേണം. ജോലിക്ക് അല്പം പണം വേണം. ആ പണത്തിന് വേണ്ടിയുള്ള നട്ടം തിരിച്ചിലിനിടയിൽ അലവിയെ ഒരു കൂട്ടർ വന്ന് സഹായിച്ചു പണം കൊടുത്തു. അലവി അവരുടെ വലയിൽ കുടുങ്ങി. അവർ മിഷണറി പ്രവർത്തകരായിരുന്നു. അലവി മിഷണറി പ്രവർത്തനം പഠിക്കാൻ നിർബന്ധിതനായി. അലവിയെ അവർ കൊണ്ടുപോയി മഞ്ചേരിയിൽ മർക്കസുൽ ബിഷാറ എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ തലപ്പത്ത് അലവിനെ വെച്ചു. അതാണ് ഫാദർ അലവി. മലബാറിലെ ആദ്യത്തെ ഫാദർ അലവിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥാപനത്തിൽ നിന്നും അലവി ഇറങ്ങിയിട്ട് 5 കൊല്ലമേ പഠിച്ചുള്ളൂ. പിന്നെ 5 കൊല്ലമേ പഠിച്ചുള്ളൂ. 6ാമത്തെ കൊല്ലം പാതിരിയാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തു പോകും. 5 കൊല്ലം കഴിഞ്ഞാൽ അവൻ കുഫരിയത്തിലേക്ക് ആളെക്കൂട്ടും എന്ന് ആ അലവിയുടെ മുഖത്ത് നോക്കി കാണാൻ എങ്ങനെ ശൈഖുനാക്ക് കഴിഞ്ഞു? 5 കൊല്ലം മുമ്പാണല്ലോ അലവിയെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്നത്. എങ്ങനെയാണ് ആ കഴിവ്? അവിടെയാണ് നമ്മൾ വായിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തിൽ എന്നില്ല. കേൾക്കണില്ലേ? ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? ഇരിക്കാ കേൾക്കാത്തത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരാണ് പറഞ്ഞത്, ലൗലാ അന്ന ശയാതീന യഹൂമുന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂതി സമാ. ലൗലാ അന്ന ശയാതീന യഹൂമുന അലാ ഖുലൂബി ബനി ആദം. ആദം സന്തതികളുടെ ഹൃദയത്തിന് പിശാചിന്റെ ആധിപത്യമില്ലായിരുന്നുവെങ്കിൽ ലനദറു ഇലാ മലകൂതി സമാ, പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളിലേക്ക് അവർക്ക് നോക്കിക്കാണാൻ പറ്റുമായിരുന്നേനെ. നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ അടിമകളാണ്. നമ്മളെ കൽബങ്ങ് ശുദ്ധീകരിച്ചാൽ ആകാശത്ത് അള്ളാഹുവിന്റെ അർശിലുള്ളത് നോക്കിയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് ശൈഖുന ഇവന്റെ മുഖത്ത് നോക്കിയത്. ഇവനെക്കുറിച്ച് എന്താണ് ലൗഹിൽ എഴുതി വെച്ചത് എന്നവന്റെ മുഖത്ത് നോക്കി ശൈഖുന വായിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശൈഖുനാക്ക് ബോധ്യമായി, അവൻ നാളെ കാഫിറാകും, 5 കൊല്ലം കഴിഞ്ഞാൽ അവൻ ക്രിസ്ത്യാനിയാകും എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന അവന്റെ മുഖത്ത് നോക്കി പറയുകയായിരുന്നു. അങ്ങനെയാണ് ആ മനുഷ്യനെ അവിടുന്ന് പുറത്താക്കി തീർക്കണേ നിങ്ങൾ. ഈ മഹാനായ ശൈഖുന ശംസുലുമയുടെ തീരുമാനം പരക്കെ അംഗീകരിക്കപ്പെട്ടല്ലോ. എല്ലാവരും അത്ഭുതപ്പെട്ടു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ മുഖത്ത് വിരൽ വെക്കുന്നത്, പഠിച്ചോനെ ഇവനെങ്ങാനും ജാമ്യയിൽ പഠിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു. അതുപോലെ ശൈഖുന ഓരോ സമയത്ത് സാന്ദർഭികമായി ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതാണ് ശൈഖുന ശംസുലമയെ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനാക്കിയത്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. എവിടെയും അദ്ദേഹം ഏത് പ്രശ്നത്തിലും ഇടപെട്ടാൽ അതിന്റെ സമ്പൂർണ്ണത ഉണ്ടാവും. എടക്കലിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം ചരിത്ര പ്രസിദ്ധല്ലേ. ഈ അലവി ഫാദർ അലവി മർക്കസുൽ ബിഷാറ ഉണ്ടാക്കി ജനങ്ങളെ മുഴുവൻ അതിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ആളുകളെ മുഴുവൻ അതിലേക്ക് ഒഴുകി നടക്കുക. കാരണം ആളുകൾക്ക് പണം കൊടുക്കും, വീടും കൊടുക്കും. എനിക്കറിയാം, എന്റെ നാട്ടില് അവർ ഓരോ വീടുകളിലും കയറിയിറങ്ങി ഫാദർ അലവിയും സംഘവും
ഇഞ്ചീൽ എന്ന് പറഞ്ഞുകൊണ്ട്, അത് നമ്മുടെ വേദഗ്രന്ഥമാണല്ലോ. ഇഞ്ചീൽ എന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ചറബ് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ്. ഇത് ഇഞ്ചീലാണെന്ന് പറഞ്ഞുകൊണ്ട് അറബി മലയാള ഭാഷയിൽ ബൈബിൾ അച്ചടിച്ച് വിതരണം ചെയ്തു. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലെ ചില ആളുകളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അറബി മലയാളത്തിൽ ബൈബിൾ അടിക്കുക. കാരണം അന്നത്തെ പെണ്ണുങ്ങളൊക്കെ അറബി മലയാളം ശരിക്കും വായിക്കും. എന്നിട്ട് ഈ അറബി മലയാളത്തിൽ എഴുതിയ ബൈബിള് ഓരോ വീട്ടിലും വിതരണം ചെയ്യാം. അത് വായിക്കാൻ പറയാം. സാധുക്കളായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, കടം വീട്ടാൻ പൈസ കൊടുക്കുക. ഇങ്ങനെ മിഷണറി പ്രവർത്തനം വലിയ അപകടത്തിലേക്ക് മുസ്ലിങ്ങളെ ചെന്ന് ചാടിക്കുമ്പോൾ, പണത്തിന് വേണ്ടി പാവപ്പെട്ട പണിയെടുക്കുന്നവൻ മതം അവസ്ഥ വരുമ്പോൾ, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയെ മഞ്ചേരിയിലെ പൗരാവലി ക്ഷണിച്ചുകൊണ്ടുവന്നു. അവിടെ മഞ്ചേരിയിലും എടക്കരയിലും ഒരു പ്രസംഗം വെച്ചു. എടക്കരയിൽ പാതിരിമാർ മലയോര മേഖല പിടിച്ചടക്കാൻ വന്നവരെ, അന്ന് ഈ മിഷണറി പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന വലിയൊരു ടീം പാതിരിമാരവിടെ ഉണ്ട്. ആ പാതിരിമാരെ മുഴുവൻ നേരിൽ കണ്ട് ക്ഷണിച്ചു. ആളുകൾ ഇവിടെ തയ്യാറായിരിക്കുക. ഞാൻ ഇവിടെ ചുരുക്കി അവസാനിപ്പിക്കുക. അല്ലാതെ ചെയ്യാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ത്യാഗം സഹിക്കുന്നതിന് തക്ക പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ദ്വാരത്തോടെ ആ പ്രതിഫലം മാത്രം മതി, വേറൊന്നും വേണ്ട. ആ പ്രതിഫലം കിട്ടും. വെള്ളത്തിൽ ആൾക്കാർ നിൽക്കുന്ന എന്തോ ഒരു പ്രയാസമാണ്, ചളിയിലായിരിക്കുന്നത്. ഒരു പരിധിവരെ സമയത്ത് അങ്ങനെ ഇരിക്കാമല്ലോ, കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് കയ്യിലെ വയസ്സന്മാർക്കൊക്കെ. ഞാൻ വളരെ ദീർഘിപ്പിക്കാതെ നമുക്ക് ദ്വാ ചെയ്ത് അവസാനിപ്പിക്കുക. കുറച്ച് കാര്യം കൂടി പറയട്ടെ. ഏതായാലും നമ്മൾ ശൈഖുനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുക്കുന്നവരെ പറയാൻ മാത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത്രയും ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്ത മഹാനാണ് അദ്ദേഹം. പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ ഒന്നിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ മഹാനായ മനുഷ്യൻ എടക്കരയിൽ ചെന്നിട്ടൊരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു നിങ്ങൾ? അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ മതസൗഹൃദത്തിന്റെ അതിർവരമ്പ് ലംഘിക്കാൻ, അന്യമതസ്ഥരായ ആളുകൾക്ക് ഒരു പോറലുമേൽക്കാതെ, എന്നാൽ അവന്റെ അടിത്തറ ഇളക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ പതറി. എല്ലാവരും സദസ്സിൽ തന്നെ ഇരിക്കുക. ഒന്നും പ്രശ്നമൊന്നുമില്ല. സ്റ്റേജുമായിട്ട് താഴേക്കൊരു ബന്ധവുമില്ല. എല്ലാവരും സദസ്സിലിരുന്നു. എല്ലാവരും അവിടെ ഇരുന്നാൽ ഒന്നും സംഭവിച്ചില്ല. ഇതിന്റെ രണ്ട് ഭാഗത്താണ് പിടുത്തം. അടികൂടെ എത്ര വെള്ളം വെച്ചാലും ഇതൊന്നും പറ്റില്ല. നമ്മൾ വെറുതെ പേടിക്കുക. എല്ലാവരും അവിടെ ഇരുന്നോളി, ഒന്നും സംഭവിച്ചില്ല. എല്ലാവരും നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കും. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ പ്രസംഗിച്ചോളാം. ഇതിമൊന്ന് വീണ എന്താണ്ടാവുമെന്ന് എനിക്കറിയാമോ? എല്ലാവരും ഇരിക്കുക. അല്പസമയം കുറച്ചുകൂടി കാര്യങ്ങൾ പറയട്ടെ. അവരെ വല്ലാതെ ദീപിക്കണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിലാകാം നമുക്ക്. നിങ്ങളെല്ലാവരും ശാന്തരായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ.
എല്ലാവരും നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നല്ലൊരു ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ. ചുരുക്കത്തിൽ എന്റെ അഭിപ്രായം, സ്റ്റേജിനെ ആരും നോക്കണ്ട, ആ പഠിച്ചോ നോക്കിക്കോളും. നമ്മൾ നോക്കാൻ കയറിയാലേ പ്രശ്നങ്ങളോട് ഇരുന്നാൽ മതി. ആ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തേക്ക്. ഇതാണ് താഴ്ന്നു വീഴുകയാണെങ്കിൽ നമുക്ക് ത്യാഗം സഹിക്കാൻ ഞാനേറ്റു. നിങ്ങൾ ബേജാറാവണ്ട, ഞാനല്ലേ പ്രസവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ സന്ദേശം അത് ജനങ്ങൾക്ക് ശൈഖുനായുടെ പ്രഭാഷണത്തിലൂടെ ശരിക്കങ്ങ് ബോധ്യായി. വളരെ മനോഹരമായിട്ടങ്ങ് ബോധ്യായി. അതങ്ങ് ബോധ്യമായപ്പോൾ ആളുകൾ മുഴുവൻ സംശയത്തിനു വേണ്ടി ഒരുപാട് സമയം വിനിയോഗിച്ചു. ധാരാളം സംശയങ്ങൾ ഈ പാതിരിമാരുടെ മനസ്സിലുണ്ടായി. ആ പാതിരിമാർ നേരെ ചെന്ന് ചോദിച്ചു അവരുടെ സഭയിൽ. പക്ഷേ അവർക്ക് കൃത്യമായ മറുപടി കിട്ടിയില്ല. മറുപടി കിട്ടാതെ വന്നപ്പോൾ അവരിൽ പലരും ആ മതം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരാളായിരുന്നു ഇന്ന് നമ്മുടെ ശൈഖുനായുടെ ശിഷ്യനായി പ്രവർത്തിക്കുന്ന ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന ഇബ്രാഹിം മുണ്ടക്കൽ. അയാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ടാവുന്ന വായിച്ചാൽ മതി. ഞാൻ ആ പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിരുന്ന ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിലാവാം. അത്ഭുതകരമാണ് ആ സംഭവം. കുടുംബപരമായി തന്നെ ക്രിസ്ത്യാനിസം ശരിക്കും പഠിച്ച ഒരു മനുഷ്യൻ അവസാനം അയാൾ ആ മതത്തെ വലിച്ചെറിയേണ്ടി വന്നത് ശൈഖുനായുടെ സുറിയാനി ഭാഷയിലുള്ള ബൈബിൾ കൊണ്ടുള്ള ഏതാനും സമയത്തെ പ്രസംഗം കൊണ്ടാണ്. അത്ര വലിയ ഒരു മഹത്വം ആ മഹാന്റെ പ്രസംഗത്തിന് ജനങ്ങൾ ചെലുത്താൻ കഴിഞ്ഞ സ്വാധീനം അത് ചെറുതല്ല. വാക്കല്ല, ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ അന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഇന്നുള്ളതിനേക്കാളേറെ പ്രധാന സംഘടന കുറഞ്ഞു പോയിട്ടുണ്ട്. അന്ന് റാബിത്തക്ക് വലിയ പ്രാധാന്യമുള്ള കാല. ഇന്നത്തെ റാബിത്തല്ല, അന്നത്തെ റാബിത്ത ഇന്നും പ്രധാനമാണ്, പക്ഷെ അന്ന് ഇതിനേക്കാൾ പ്രധാനമാണ്. ആ റാബിത്ത പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തു, ജുമുഅ ഖുത്ബ പ്രാദേശിക ഭാഷയിൽ നിർവഹിക്കാം. അവരുടെ ഒരു പത്രക്കുറിപ്പ് മലയാള പത്രത്തിലും വന്നു, അറബി പത്രത്തിൽ പ്രാധാന്യത്തോടെ വന്നു, വിവർത്തനം മലയാള പത്രത്തിൽ വന്ന വാർത്തയല്ലേ. ലോക മുസ്ലിം സംഘടനയുടെ വാർത്ത പത്രങ്ങളിൽ സ്ഥാനം പിടിച്ചു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കൂടി മഹാനായ ശൈഖുന ശംസുൽ ഉലമ സമത്വയുടെ ലെറ്റർ പേഡ് എടുത്തുകൊണ്ട് ഒരു കത്ത് എഴുതി. റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിക്ക് ഒരു കത്ത്, ലോക മുസ്ലിം സംഘടനയ്ക്ക് ഒരു കത്ത് കേരളത്തിൽ നിന്ന്. ലോക ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? ലോക ഭൂപടത്തിൽ മലയാളികൾ എത്ര? കുറച്ചേ ഉള്ളൂ. ആ മലയാളി സമൂഹത്തിന്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ ഒരു കത്തെഴുതി. പക്ഷേ ലോക പണ്ഡിതന്റെ ഒരു സ്ഥാനത്തേക്കാണ് അദ്ദേഹം ഉയർന്നത്. ലോക മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ കളങ്കം ചാർത്തിയ ആ ഫത്വയ്ക്ക് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. പ്രാദേശിക ഭാഷയിൽ അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിച്ചത്, സ്വഹാബത്ത് ഖുത്ബ നിർവഹിച്ചത്, താബിഈങ്ങൾ ഖുത്ബ നിർവഹിച്ചത്, ഉത്തമ നൂറ്റാണ്ടുകാർ ഖുത്ബ നിർവഹിച്ചത് തെളിയിക്കാൻ പറ്റുമോ? ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സലഫ് സാലിഹീങ്ങളുടെ നടപടിക്രമങ്ങൾ കൊണ്ടോ വിശുദ്ധമായ ആരാധനാകരമായ ജുമുഅയുടെ ഖുത്ബ മലയാള ഭാഷയിൽ നിർവഹിക്കാമെന്ന് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ നിർവഹിക്കാമെന്ന് പറയാം. മറുപടി ഉണ്ടായില്ല. അതിന്റെ ശേഷമാണ് പട്ടിക്കാട് ജാമിഅനൂരി അറബി കോളേജിലെ സമ്മേളനം. ആ സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മംഗലാപുരത്തിറങ്ങി. അന്ന് കൊച്ചിയിൽ എയർപോർട്ടില്ല, കോഴിക്കോട്ട് എയർപോർട്ടില്ല, തിരുവനന്തപുരത്തും മംഗലാപുരത്തും മാത്രമേ എയർപോർട്ടുള്ളൂ. അദ്ദേഹം ബോംബെ വഴി നേരെ വന്നത് മംഗലാപുരത്താണ്. മംഗലാപുരം എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആള് പോയി. സ്വീകരിക്കാൻ ചെന്ന ആളുകളോട് കീശയിൽ നിന്നൊരു കത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ അബൂബക്കർ മുസ്ലിയാർ, കെ അബൂബക്കർ മുസ്ലിയാർ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അദ്ദേഹം കാസർകോട്ട് പൂച്ചക്കാട്ട് ദർശനത്തുന്നുണ്ട്. ആ പൂച്ചക്കാട്ട് ദർശനത്തിലേക്ക് ഇപ്പൊ പോകാൻ പ്രയാസകരമായ ആ യാത്ര ഒഴിവാക്കി നമുക്ക് നേരെ അവർ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിരുന്നു. നേരെ വന്നിട്ട് ഷൊർണൂർ വഴി ജാമ്യയിലേക്ക് പോകാനാ പരിപാടി. പക്ഷേ ബഹുമാനപ്പെട്ട ഈ റാബിത്തിന്റെ സെക്രട്ടറി തന്റെ കീശയിലെ കത്തെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കെ അബൂബക്കർ മുസ്ലിയാരെ കാണാതെ എങ്ങും പോവില്ല. വാശി പിടിച്ച പോലെ ഇതൊരു വലിയ പ്രശ്നമാണ്, ഇദ്ദേഹവുമായി ഈ കാര്യം സംവദിക്കണം. അവർ കൊണ്ടുപോയി പൂച്ചക്കാട്ടേക്ക്. പൂച്ചക്കാട്ട് പള്ളി ദർസിൽ ബഹുമാനപ്പെട്ട ശൈഖുനുണ്ട്. ആ നാടിന്റെ നായകനായി വിലസുന്ന ബഹുമാനപ്പെട്ട ശൈഖുനയും ശിഷ്യന്മാരും. മഹാനായ ശൈഖുനയെ റാബിത്തിന്റെ സെക്രട്ടറി കണ്ടു. രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. ആ സംസാരം നീണ്ടുപോയി. അവസാനം റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ സെക്രട്ടറി പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഇൽമിന്റെ ബഹറാണ്,
അത് ബഹറുൽ ഉലൂമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാനാകില്ല. റാബിത്തുൽ ആലമുൽ ഇസ്ലാമി പിന്നെ ഒരിക്കൽ പോലും ഖുതുബ പ്രാദേശിക ഭാഷയിൽ നിർവഹിക്കാമെന്ന ഫത്വ പുറപ്പെടുവിച്ച ഒരു തെളിവുമില്ല. നിർത്തി. ലോക മുസ്ലിം സംഘടനയെ തിരുത്താൻ കേരളത്തിലൊരു പണ്ഡിതൻ, ഓർക്കണങ്ങൾ, അത് അള്ളാഹു കഴിവ് കൊടുത്ത ഒരു മഹാന്റെ ഏറ്റവും വലിയ തൗഫീഖ. ലോകത്തൊരിടത്തും ഇതുപോലെ റാബിത്തിന്റെ ഫത്വ തിരുത്താൻ പറ്റിയൊരു പണ്ഡിതനെ കണ്ടിട്ടില്ല. അത് ശൈഖുനാ ശംസുൽ ഉലമക്ക് പടച്ചറപ്പ് കൊടുത്ത ഒരു ഗാംഭീര്യമാണ്. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത, കൊടുത്ത ഫത്വയിൽ തിരുത്തു വരുത്താത്ത, ദീനിനെതിരെ കണ്ടാൽ ഉടനെ അവിടെ കയറി ഇടപെടാൻ കെൽപ്പുള്ള ഒരു പണ്ഡിതൻ. അതായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമയുടെ ഏറ്റവും വലിയ കഴിവ്. ഈ സമൂഹത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടോ അപ്പോഴൊക്കെ ശൈഖുന ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി മിഷണറി പ്രവർത്തനമായിരുന്നു. മറ്റൊരു വലിയ പ്രതിസന്ധി ഖാദിയാനി പ്രശ്നമായിരുന്നു. അപ്പോഴൊക്കെ ശൈഖുന ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത കാലത്ത് നമ്മൾ കണ്ട വലിയ പ്രതിസന്ധി എന്താ? വിദേഹത്തുകാരുടെ പ്രതിസന്ധി. അന്ന് ശൈഖുന എന്തായിരുന്നത്? മഹാനവറുകൾ നെന്മണ്ടയിൽ പോയിട്ട് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച കഥ അറിയില്ല നിങ്ങൾക്ക്? സ്റ്റേജ് കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് നെന്മണ്ടയിൽ, ഈ കോഴിക്കോട് ജില്ലയിൽ 5 മണിക്ക് സ്ഥലത്തെത്തി ഫാത്തിഹ വിളിച്ച് കുറ്റിയടിച്ചു ശൈഖുന. അവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്ന നിയമം സുന്നികൾക്ക് പ്രസംഗിക്കാൻ പാടില്ല. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അവിടെ പ്രസംഗിച്ചുവെന്ന് മാത്രമല്ല, ആ മഹാനവറുകൾ ബിദ്അത്തുകാരോട് മനോഹരമായി പടവെട്ടി. അദ്ദേഹം ബിദ്അത്തുകാരോട് മനോഹരമായി പടവെട്ടിക്കൊണ്ട് തന്റെ ശ്രമം ആരംഭിക്കുകയാണ്. അന്ന് സുന്നികൾ സ്റ്റേജ് കെട്ടുമ്പോൾ ഇയാൾ ആരാന്ന് ചോദിച്ചിരുന്നു. പക്ഷേ പ്രസംഗം തുടങ്ങാൻ സമയമായപ്പോൾ ശൈഖുനഗിരി സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, ആ സലാം പറച്ചിന്റെ രീതി തന്നെ സദസ്സിനെ കയ്യിലെടുത്തു പോയി. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു പ്രസംഗം അങ്ങ് തുടങ്ങിയപ്പോഴോ ആളുകൾ മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആളുകൾ മുഴുവൻ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ പ്രസംഗം മുഴുവൻ കഴിഞ്ഞപ്പോഴേക്കും വിദേഹത്തിന്റെ ആ പ്രസരിപ്പ് തന്നെ ആ പ്രദേശത്ത് പോയി. പിന്നെ സുഖമായിട്ട് യോഗം നടത്താൻ പറ്റി. ശൈഖുന 4-5 സ്റ്റേജിൽ കയറി സുന്നത്യമായിട്ട് പ്രസംഗിച്ചതോടുകൂടി സുന്നികൾക്ക് സമൂഹത്തിന്റെ സ്ഥാനം കിട്ടി. അവര് പഴഞ്ചന്മാരാണ്, അവരെ ഏറ്റവും കൂടുതൽ സമൂഹത്തെ ദ്രോഹിക്കുന്നവരാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ശൈഖുന സമൂഹത്തിൽ സ്ഥിരപ്പതിപ്പ് നേടിയത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ തറക്കി, വളർച്ച വളരെ വലുതാ. ആരിഫീങ്ങളും മൗലിയാക്കളുമായി വലിയ ബന്ധമാണ്. എന്തിനധികം നമ്മൾ ശൈഖുനായെ കാണുന്ന കേവലം ഒരു സംഘടനയുടെ നേതാവ് മാത്രമല്ല അദ്ദേഹം. തെറ്റിദ്ധരിക്കണ്ട, മനസ്സിലങ്ങനെ കരുതിപ്പോണ്ട. മഹാനവറുകളുടെ സംഘടനയുടെ നായകൻ മാത്രമല്ല. മഹാനായ CM വലിയുള്ളാഹിയെ കുറിച്ച് അറിയില്ലേ? അള്ളാഹു CM വലിയുള്ളാഹിയുടെ അക്ജാഗ് ബർക്കത്ത് കൊണ്ട് നമ്മളെ കാക്കുമാറാവട്ടെ. CMന് അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തളിപ്പറമ്പ് തെറിച്ചെടുത്തുമ്പോ ഈ CM നേരെ വന്നു ശൈഖുനാന്റെ അടുത്ത്. അന്ന് സാധാരണ CM ആണ്, വലിയ വലിയൊന്നായിട്ടില്ല. CM ശൈഖുനാന്റെ അടുത്ത് വന്നിട്ട് CM പറഞ്ഞു, എനിക്ക് ഇബാദത്തിൽ ഒരു നശാത്ത് കിട്ടണില്ല. ശൈഖുനാനോട് CM പറഞ്ഞ വാക്കാണത്. എനിക്ക് ഇബാദത്തിൽ നശാത്ത് കിട്ടണില്ല, ദ്വാരക്കണം. ശൈഖുന ദുആ ചെയ്തു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ CM അങ്ങ് പോയതാ. പിന്നെയാണ് CM വിലായത്തിന്റെ ദർജയിലേക്ക് ഉയരുന്നത്. CM വലിയ വലിയായി മാറുന്നത്. ആ CMന് വരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ബഹുമാനപ്പെട്ട ശൈഖുന വലിയ മാർഗദർശി. ഇന്നിപ്പോ CMന് വലുതാക്കുന്ന ചില ആളുകളുണ്ട്, ശൈഖുനായെ ചെറുതാക്കാൻ നടക്കുന്ന ആൾക്കാര്. ശൈഖുന വലുതാക്കിയ CMനെ നിങ്ങൾ വലുതാക്കിയിട്ട് പിന്നെ ശൈഖുനായെ ചെറുതാക്കിയിട്ട് എന്താ കാര്യം? CMനോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടോ? എന്നാ CM ഗുരുതുല്യനെ പോലെ സ്നേഹിച്ചിരുന്ന ശൈഖുനായെ അതിനേക്കാൾ ബഹുമാനിക്കണം. അങ്ങനെ ചില ആൾക്കാര് ബാപ്പാനെ ബഹുമാനിക്കാതെ മക്കളെ ബഹുമാനിക്കാതെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ജാതി ഏർപ്പാടല്ല ശരി. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഈ സമൂഹത്തിൽ കാണിച്ച മാതൃക മറ്റൊന്നാണ് ശരീഅത്ത് സംവാദ കാലഘട്ടം. അന്ന് നമ്മൾ പ്രതിസന്ധിയില്ല, നമ്മൾ പ്രയാസത്തില്ല. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കണം. അവിടെ യാതൊരു വ്യത്യാസവും നിങ്ങൾ കരുതണ്ട. ചന്ദ്രചൂഡിന്റെ വിധിയെ മറികടക്കാൻ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. YB ചന്ദ്രചൂഡിന്റെ വിധിക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് നിയമം കൊണ്ടുവന്നത് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നപ്പെടാം. ആ ഒറ്റക്കെട്ടായി മുസ്ലിം ഉമ്മത്തിന് നിൽക്കാൻ ആരാ സഹായിച്ചത്? മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തിലൊരു മുസ്ലിം സംഘടന ഭദ്രമായി നിലനിൽക്കുന്നുണ്ട്, അത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അവരെ പിൻബലം കിട്ടിയാൽ മുസ്ലിങ്ങളുടെ പിൻബലമായി. അതുകൊണ്ട് നിങ്ങൾ പോകണം. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ കാണണം. ആരാ പറഞ്ഞത്? പേഴ്സണൽ ലോ ബോർഡിന്റെ അധ്യക്ഷൻ മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. അന്ന് ആ സംഘത്തിലെ അംഗമാണ് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് പോയത് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ വെള്ളിമാട് കുന്നിലെ വീട്ടിലേക്കാ. അത് മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് പോയതല്ല. അദ്ദേഹം പോയതെന്തിനാ? അദ്ദേഹം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ ആയതുകൊണ്ട് പോയതാ. മെമ്പർ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിൻബലം, നിങ്ങളുടെ സംഘടനയുടെ പിൻബലം വേണമെന്ന് നദ്വി സാഹിബ് എന്നോട് അഭ്യർത്ഥിക്കാൻ പറഞ്ഞു. ശൈഖുന പിൻബലം കൊടുത്തു. കാരണം എന്താ? ശരീഅത്തിനെ ഈ രാജ്യത്ത് നശിപ്പിക്കാനുള്ള ഒരു വിധി
ക്കെതിരെ നിയമം കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അങ്ങനെയാണ് ശൈഖുന കോഴിക്കോട്ട് ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. അന്ന് അദ്ദേഹം പറഞ്ഞു സമൂഹത്തോട്, സമത്വയുടെ ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വ്യക്തമായി മുസ്ലിം സമൂഹത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശാധികാര സംരക്ഷണം. അത് ശരിക്കും നിർവഹിച്ചു ശൈഖുന. ആ ശൈഖുനായെ പോലും തെറ്റിദ്ധരിപ്പിച്ച ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിന്. അവർക്ക് മറുപടിയായി ഞാൻ എപ്പോഴും പറയാറുള്ള 3 കാര്യം അത് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. കാരണം വല്ലാതെ ദീർഘിച്ച് പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ അങ്ങനെ നോക്കിയാൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ വരാം. നമ്മുടെ ശംസുലമ സെന്ററിന് തറക്കല്ലിട്ട് അതിന്റെ ചെറിയ പ്രായത്തിലാണ്. അള്ളാഹു അതിനെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കുമാറാവട്ടെ. ഇനിയും അത് പുരോഗതിപ്പെടണം, വളർത്തണം. നമുക്ക് അള്ളാഹു വളർത്തുമാറാവട്ടെ. അതിന്റെ വളർച്ചയുടെ നാഴികക്കല്ലിൽ ഞാൻ നിങ്ങളെ കൂടെ വരും. ശൈഖുനയെ കുറിച്ച് പറയും. ഈ പ്രദേശത്ത് പാറക്കടവിൽ നമുക്ക് വലിയ സമ്മേളനം ഇനിയും സംഘടിപ്പിക്കാൻ പഠിച്ചറപ്പ് തൗഫീക്ക് നൽകും. 3 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു പിരിയുന്നുള്ളൂ. 1, ശൈഖുനായ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ മഹാനായ മനുഷ്യന്റെ 5 നിമിഷത്തിലെ 3 കാര്യങ്ങൾ നോക്ക് നിങ്ങൾ. 3 കാര്യം. 1, മഹാനായ ശൈഖുന ശംസുലമ ലോകത്തോട് വിട പറയുമ്പോൾ ആ മഹാനുഭാവൻ 1996 ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, ഡിസംബർ മാസം 10-ാം തീയതി നോക്കണം നിങ്ങൾ. ഓഗസ്റ്റ് 10 സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. ഇതുപോലത്തെ ഓഗസ്റ്റ് മാസം വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ആ യോഗത്തിന് വന്നു. 1996 ഓഗസ്റ്റ് 10 അന്ന് 2ാം ശനിയാഴ്ച കലണ്ടർ നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതം വാങ്ങിയിട്ടാണ് വരുന്നത്. ആശുപത്രി കിടക്കുന്ന ഒരു മനുഷ്യൻ വരാൻ മാത്രമുള്ള ഒരു വലിയ മീറ്റിംഗ് ഒന്നും അവിടെ ഇല്ല. അജണ്ട അത്ര ഗൗരവമില്ല. അതുകൊണ്ട് തന്നെ ആ യോഗത്തിലേക്ക് ശൈഖുന നേരിട്ട് വന്നു. അപ്പൊ എന്തുകൊണ്ട് ശൈഖുന വന്നു എന്നൊരു ചോദ്യം അംഗങ്ങളുടെ മുഖത്തുണ്ട്. അത് അദ്ദേഹത്തിന് ബോധ്യായി. മഹാനായ ശൈഖുന അവർകൾ ആ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്, ഡോക്ടറെ സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നതൊരു പ്രധാന കാര്യം തീരുമാനമാക്കാനാണ്. നമ്മളൊക്കെ നമ്മുടെ മരിച്ചുപോയ നേതാക്കൾക്ക് വേണ്ടി, സമത്വയുടെ ആലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ട്. പക്ഷേ നമ്മൾ യോഗം കൂടുമ്പോൾ ദുആ ചെയ്യും, ദ്വാരക്കാൻ വേണ്ടി യോഗം കൂടാറില്ലല്ലോ. അവർക്ക് ദ്വാരക്കാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച് ഒരു നല്ല സംവിധാനം ഉണ്ടാക്കി ഒരു ദുആ സമ്മേളനം വെച്ചാൽ എന്താ? കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ആണ്ട് പോലെ, കൊല്ലത്തിലൊരിക്കൽ പ്രാർത്ഥനാ ദിനം. 1996 വരെ സമത്വന്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. അള്ളാഹ് ആ മനുഷ്യന് കൊടുത്തൊരു ബർക്കത്ത് കണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു പ്രാർത്ഥനാ ദിനം നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നിശ്ചയിച്ചു സെപ്റ്റംബർ 6, അടുത്ത മാസം സെപ്റ്റംബർ 6 പ്രാർത്ഥനാ ദിനം. ആ പ്രാർത്ഥനാ ദിനത്തിന്റെ സന്ദേശം എല്ലാ സ്ഥലത്തും എത്തി. ജനങ്ങളൊക്കെ ഒന്നാമത്തെ പ്രാർത്ഥനാ ദിനത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി മദ്രസയും പള്ളിയും ഒക്കെ ഒരുക്കി സംഘടനാപുരത്തിന് തയ്യാറായി നിൽക്കുക. അതിന്റെ 17 ദിവസം മുമ്പ് ശൈഖുന ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 17 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ ഈ ദുആ സമ്മേളനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. പക്ഷേ അതിന്റെ 17 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചു. 17ാമത്തെ ദിവസം പ്രാർത്ഥനാ ദിനം വരുമ്പോൾ എല്ലാ യൂണിറ്റുകളിലും, എല്ലാ മദ്രസകളിലും, എല്ലാ പള്ളികളിലും നല്ല പ്രാർത്ഥന. വിദേശത്ത് പോലും മലയാളികൾ പ്രാർത്ഥന. തന്റെ ഖബറിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന ബുക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയി. താൻ മരിക്കാൻ സമയമായി എന്ന് കണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന അദ്ദേഹം ബുക്ക് ചെയ്തത്. പിന്നെ ഓരോ കൊല്ലവും സമത്വക്ക് പ്രാർത്ഥനാ ദിനം. ശൈഖുന മരിക്കുന്നതിന് മുമ്പതില്ല. ശൈഖുനാന്റെ നാവ് കൊണ്ട് തീരുമാനമെടുപ്പിച്ചു. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, നമുക്കൊക്കെ ഈ ലോകത്തുനിന്ന് പോയാൽ കിട്ടാനുള്ള ഏറ്റവും വലിയ നിധി എന്താ? നമ്മുടെ ഖബറിലേക്ക് വരുന്ന ഈ ദുആ. ശൈഖുനായുടെ ഖബറിലേക്ക് എത്ര ലക്ഷം ദുആ ആണ് പോകുന്നത്? ആ ദുആ തന്റെ ജീവിതകാലത്ത് തന്നെ തീരുമാനമാക്കാൻ റബ്ബ് തആല തൗഫീക്ക് നൽകിയെങ്കിൽ അതിനാണ് വിലായത്ത് എന്ന് പറയുന്നത്, അതിനാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഇൽമു കൊണ്ട് വിലായത്ത് മറച്ചുവെച്ച മഹാൻ എന്നപോലെ അദ്ദേഹം ചെയ്ത 2ാമത്തെ പ്രവർത്തനം, മഹാനവറുകൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ മഹാനായ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞ രീതി എങ്ങനെയാ? സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ വിളിക്കാൻ സമയമായി. ശൈഖുന മരിച്ച അന്ന് പത്രത്തിൽ വന്ന ബോക്സ് ന്യൂസ് അറിയുമോ നിങ്ങൾക്ക്? പത്രത്തിൽ വന്ന ബോക്സ് ന്യൂസ് സുബഹിയുടെ ബാങ്കോടുകൂടെയാണ് മരണമെന്ന്. മരണം സുബഹിയുടെ ബാങ്കോടുകൂടെ. സുബഹിയുടെ ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നു, അദ്ദേഹം എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നു. സുബഹി ബാങ്കിന് ഉത്തരം കൊടുക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ സുബഹിയുടെ ബാങ്ക്, അന്ന് ഫാത്തിമ ഹോസ്പിറ്റലിലെ ബഹുമാനപ്പെട്ട അബ്ബാസ് സാലിമി അവിടെ ഉണ്ട്, അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം ബാങ്ക് വിളിക്കുന്ന, അവിടെ നിസ്കരിക്കാൻ റൂമുണ്ട്, അവിടെ ചാർജുണ്ട് അദ്ദേഹത്തിന്. ബാങ്കിന്റെ വിളി ഹോസ്പിറ്റലിൽ കേൾക്കും, പുറത്തുനിന്നും കേൾക്കും.
ബാങ്ക് എങ്ങനെ കൊടുക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാങ്കിന്റെ അവസാനത്തെ ലഫ്ള് അത് ശൈഖുനായുടെ ആ അവസാനത്തെ വാക്കിന്റെ കൂടെ യോജിച്ചു വന്നു. മുഅദ്ദിന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം ശൈഖുനയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പറഞ്ഞാൽ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുന്ന ആള് ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ, ലോകത്ത് രണ്ട് മനുഷ്യന്മാരെ കബർന്ന് ആ രീതിയിലുള്ള വാചകം പറഞ്ഞുകൊണ്ട് പുറത്തു വരുള്ളൂ എന്ന് പറഞ്ഞു. രണ്ട് മനുഷ്യന്മാരെ കുറിച്ചാരാ? യുലബ്ബിൽ മുലബ്ബി യുഅദ്ദിനുൽ മുഅദ്ദിനു, യുലബ്ബിൽ മുലബ്ബി യുഅദ്ദിനുൽ മുഅദ്ദിനു. ബാങ്ക് കൊടുക്കുന്ന ആള് നമ്മൾ മുക്രി എന്ന് പറയും, രണ്ടാം നമ്പർ പണി നമ്മൾ കണക്കാക്കുക. പക്ഷെ ബാങ്ക് വെക്കുന്ന ആള് നാളെ ഖബറിൽ എഴുന്നേൽക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. മൂപ്പരോട് പിന്നെ ചോദ്യമില്ല. തെൽബിയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചെല്ലുന്ന ആളുടെ ഹജ്ജിന് ഇറാൻ കെട്ടിയ ആള്, അയാൾ മരിച്ചാൽ ഖബറിൽ എഴുന്നേൽക്കുമ്പോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നാ പറയാം. യുലബ്ബിൽ മുലബ്ബി യുഅദ്ദിനുൽ മുഅദ്ദിനു. ഓലോട് രണ്ടാളോട് പിന്നെ മൻ റബ്ബുക്കാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹ് പഠിപ്പിച്ച അങ്ങോട്ട് വരണത് ചോദിക്കുമ്പോൾ മറുപടിയാണേ. അവരോട് ചോദിക്കൂല ഖീല ദുഖുലുൽ ജന്ന, അവരോട് സ്വർഗത്തിലേക്ക് പോകാൻ പറയുമെന്ന് റവാഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറയും, അവരോട് ചോദ്യമില്ല. അതാണ് ബാങ്കിന്റെ ആ ബാങ്കിന്റെ ലഫ്ദിനാണ് ഉത്തരം കൊടുത്തത്. വആഖീറു അൽഫാദില്ലാദാനി മുഖാരിനുൻ ലിഅൻഫാസിഹിൽ ഉഖറ അല്ലതി ലം തുആകബി. മടക്കിയെടുക്കാൻ കഴിയാത്ത അവസാനത്തെ ശ്വാസത്തോടെ ബാങ്ക് യോജിച്ചു വന്ന് ഓർക്കണേ നിങ്ങള്. മൂന്നാമത്തെ അത്ഭുതം നോക്ക് നിങ്ങൾ. ആ മഹാൻ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ഇംബിച്ച് കോയത്തങ്ങൾ അസൂരിയെ ചുമതലപ്പെടുത്തി സമത്വ അധ്യക്ഷ പദവിയിൽ അദ്ദേഹത്തെ അധ്യക്ഷ പദവിയിൽ ഇരുത്തിയപ്പോൾ തന്നെ ശൈഖുനാക്ക് ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ചില കാര്യങ്ങളുണ്ട്. മഹാനായ തങ്ങളവർകൾ വരക്കല കുടുംബവുമായി ബന്ധപ്പെട്ടു, മറ്റു ചിലരും പരിശ്രമിച്ചു. ആ സ്ഥലം സമത്തക്ക് വിലക്ക് വാങ്ങാൻ സംവിധാനമായി. സമത്ത സ്ഥാപിച്ച ബാനി ഹദറത്തായ മുല്ലക്കോയത്തങ്ങളെ മക്കാമ് വെറുതെ കൊടുത്തു സമത്തക്ക്. അതിന്റെ ചുറ്റുവട്ടത്തെ സ്ഥലത്തിന് സമത്ത വിലയും കൊടുത്തു. ഇന്ന് ആ മക്കാമ് നമ്മുടെ കയ്യിലാണ്. ആ മക്കാമ് രജിസ്റ്റർ ചെയ്ത വിവരം ശൈഖുനായോട് ചെന്ന് പറഞ്ഞു. അപ്പ ശൈഖുന മനസ്സ് തുറന്നുകൊണ്ട് എന്റെ ഖബർ അവിടെയായിരിക്കണം, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടത്. ഷെയ്ഖിന്റെ പള്ളിയിൽ മറവ് ചെയ്യുമെന്ന് മോഹിച്ചവരുണ്ട്. നന്ദി ദാറുസലാമിന്റെ മുറ്റത്ത് ഖബറൊരുക്കാൻ സജ്ജമായവരുണ്ട്. സ്വന്തം വീട്ടിൽ ഖബറൊരുക്കിയാൽ 12,000 ശിഷ്യന്മാർ സിയാറത്ത് ചെയ്താൽ കുടുംബത്തിന് വലിയ വരുമാനമാകുമായിരുന്നു. ഒന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. മഹാനവർകൾ പറഞ്ഞു, ആരും ചിന്തിക്കാത്ത, ഒരാളെ മനസ്സിലും വരാത്ത, ശൈഖുനാന്റെ മനസ്സിൽ മാത്രം വന്നൊരാശയം, മുല്ലക്കോയത്തങ്ങളെ കാലിന്റെ ചുവട്ടിലേക്ക് കിടക്കണം. നടക്കുന്ന കാര്യമില്ലല്ലോ. ആ തങ്ങൾ കുടുംബത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. പക്ഷെ അതിന്റെ മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ശൈഖുനത് സമത്വയുടേതാക്കി. അന്ന് കൊടുത്ത കഴിവ് ആക്കിയിട്ട് ശൈഖുന അവിടെ ഖബറൊരുക്കി. ശൈഖുനായ സിദ്ദീഖ് തങ്ങളെ നബി തങ്ങളെ വിളിച്ച് കിടത്തിയതുപോലെ മഹാനവകളതാ കിടക്കുന്നു. സംശയമുണ്ടോ? ശൈഖുന ശംസുലമ ആദർശ വ്യതിയാനം വന്നവനാണെന്ന് പറഞ്ഞവരുണ്ടോ? ശൈഖുനാക്ക് തുറന്ന കത്തെഴുതിയവരുണ്ടോ? ശംസുലുലമക്ക് ഒരു തുറന്ന കത്തെഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി എന്നെഴുതിയ സാധുക്കളെ പഠിക്കണേ. മഹാനായ ശൈഖുനാഥ കിടക്കുന്ന മുല്ലക്കോയത്തങ്ങളെ കാലിന്റെ ചുവട്ടിൽ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് തരുന്ന അലാമത്താണത്. മഹാനായ മുല്ലക്കോയത്തങ്ങളെ കാലിന്റെ ചുവട്ടിൽ ശൈഖുന കിടക്കുമ്പോൾ മനസ്സിലായിക്കോ, ഒന്നും പറയണ്ട. ശൈഖുന ശംസുലമ ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങളെ പാത ഹയാത്താക്കിയ മനുഷ്യനാണ്. അതിലപ്പുറം എന്താ ശൈഖുനയെ കുറിച്ച് പറയേണ്ടത്? ഈ 3 ഉദാഹരണം മാത്രം സാധാരണക്കാരൻ കയ്യിൽ വെച്ചാൽ മതി. വേറെ ഒന്നുകൂടെ ചിന്തിക്കണ്ട. ആ 3 ഉദാഹരണം മാത്രം മതി. ശൈഖുന ഈ ലോകത്ത് ചെയ്ത സേവനത്തിന്റെ വലിയ അംഗീകാരം പടച്ചറപ്പ് കൊടുത്തതാ. ഒരു മനുഷ്യന് അന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്താ? അവന്റെ ആക്കിബത്ത് നന്നാക്കി കൊടുക്കുക എന്നുള്ളതാ. പടച്ചവനെ, ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ആ ഒരു മഹിതമായ അവസ്ഥ ശൈഖുനായിലൂടെ നമ്മൾ കണ്ടു. ഞാൻ അവസാനിപ്പിക്കുന്നു പറയില്ല, ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ പോകാം. കാരണം ചില ആൾക്കാരൊക്കെ കാലിങ്ങനെ പൊക്കിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു ഇടങ്ങേറ് തോന്നുന്നുണ്ട്. അങ്ങനെ വയസ്സന്മാരിരുത്തിയാൽ ചിലപ്പോൾ അതിന്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ? നിങ്ങളൊക്കെ ശൈഖുനാക്ക് വേണ്ടിയാണ് സഹിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അബ്ബാസ് സാലിമി ക്ഷണിച്ച പോലെ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ, അതിന്റെ പടവിൽ ഒരു ദിവസം വരാനും ശൈഖുനായെ കുറിച്ച് ഒരുപാട് പറയുവാനും നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ.
ഇന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി നമുക്കങ്ങ് പിരിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്റെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറത്തി ശംസുൽ ഉലമാഇ അബീ ബക്കറിൽ ഖാതിബിൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസ്സൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജന്നതി വന്നാസ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا وبركة دعائنا بعد القبول منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العالية وابعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا وضع تحت ظل لوائه المعقود.